വാഗീശാദ്യാസു മനസഃ സർവാർത്ഥാനാമുപക്രമേ യം നത്വാ കൃതകൃത്യാ സ്യുഃ തം നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിഃ സ്ഫടികമണിമയീം അക്ഷമാലാം ദദാനാ ഹസ്തേനൈകേന പദ്മം സിതമഭിജശുകം പുസ്തകം ചാപരേണ ഭാസാകുന്ദേന്ദുശങ്കസ്ഫടികമണിനിഭാ ഭാസമാനാ സമാനാ സാ മേ വാഗ്ദേവദേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. വാൽമീകേർമുനിസിംഹസ്യ കവിതാവനചാരിണഃ ശൃണ്വൻ രാമകഥാനാദം കോ നയാതി പരാംഗതിം. യഃ പിബൻ സതതം രാമചരിതാമൃതസാഗരം അതൃപ്തസ്തം മുനിം വന്ദേ പ്രാചേതസമകൽമഷം. ഗോഷ്പദീകൃതവാരാശിം മശകീകൃതരാക്ഷസം രാമായണ മഹാമാലാരത്നം വന്ദേ അനിലാത്മജം. അഞ്ജനാനന്ദനം വീരം ജാനകീശോകനാശനം കപീശം അക്ഷഹന്താരം വന്ദേ ലങ്കാഭയങ്കരം. ഉല്ലംഘ്യ സിന്ധോ സലിലം സലീലം യശോകവന്യം ജനകാത്മജായാഃ ആദായ തേനൈവ ദദാഹ ലങ്കാം നമാമി തം പ്രാഞ്ജലിരാഞ്ജനേയം. ആഞ്ജനേയമതിപാടലാനനം കാഞ്ചനാദ്രികമനീയ വിഗ്രഹം പാരിജാതതരുമൂലവാസിനം ഭാവയാമി പവമാനനന്ദനം. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. യഃ കർണാഞ്ജലി സംബുടൈരഹരഹർ സമ്യക് പിബത്യാദരാത് വാൽമീകേർവദനാരവിന്ദഗളിതം രാമായണാഖ്യം മധു. ജന്മവ്യാധിജരാവിഭക്തിമരണൈഃ അത്യന്തസോപദ്രവം സംസാരം സവിഹായ ഗച്ഛതി പുമാൻ വിഷ്ണോഃ പദം ശാശ്വതം. തദുപഗതസമാസസന്ധിയോഗം സമമധുരോപനദാർത്ഥവാക്യബദ്ധം രഘുവരചരിതം മുനിപ്രണീതം ദശശിരസശ്ച വധം നിശാമയധ്വം. വാൽമീകിഗിരിസംഭൂതാ രാമസാഗരഗാമിനി പുനാദിഭുവനം പുണ്യാ രാമായണ മഹാനദി. ശ്ലോകസാരജലാകീർണം സർഗകല്ലോലസങ്കുലം കാണ്ഡഗ്രാഹമഹാമീനം വന്ദേ രാമായണാർണവം. വേദവേദ്യേ പരേ പുംസി ജാതേ ദശരഥാത്മജേ വേദഃ പ്രാചേതസാദാസീദ സാക്ഷാദ് രാമായണാത്മനാ. വൈദേഹി സഹിതം സുരദ്രുമതലേ ഹൈമേ മഹാമണ്ഡപേ മധ്യേ പുഷ്പകമാസനേ മണിമയേ വീരാസനേ സുസ്ഥിതം. അഗ്രേ വാചയതി പ്രഭഞ്ജനസുതേ തത്വം മുനിഭ്യഃ പരം വ്യാഖ്യാന്തം ഭരതാദിഭിഃ പരിവൃതം രാമം ഭജേ ശ്യാമളം. വാമേ ഭൂമിസുതാ പുരശ്ച ഹനുമാൻ
പശ്ചാത് സുമിത്രാസുതഃ ശത്രുഘ്നോ ഭരതശ്ച പാർശ്വദളയോഃ വായുവാദികോണേഷു ച സുഗ്രീവശ്ച വിഭീഷണശ്ച യുവരാട് താരാസുതോ ജാംബവാൻ മധ്യേ നീലസരോജകോമളരുചിം രാമം ഭജേ ശ്യാമളം. നമോസ്തു രാമായ സലക്ഷ്മണായ ദേവ്യൈ ച തസ്യൈ ജനകാത്മജായൈ നമോസ്തു രുദ്രേന്ദ്രയമാനിലേഭ്യഃ നമോസ്തു ചന്ദ്രാർക്കമരുദ്ഗണേഭ്യഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാ പതയേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ സീതാലക്ഷ്മണഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഓം ശ്രീ ആഞ്ജനേയസ്വാമിനേ നമഃ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. നല്ല മഴയുടെ സായാഹ്നം അല്ലേ? രാമായണ മാസം 9-ാം ദിവസം. എല്ലാവർക്കും സ്വാഗതം. വാൽമീകി രാമായണത്തിലെ ആരണ്യകാണ്ഡമാണ് നമ്മൾ ഈ വർഷം തിരഞ്ഞെടുത്തിരിക്കുന്നത്. 75 സർഗങ്ങളുള്ളതായിട്ടുള്ള ആരണ്യകാണ്ഡം 16 സർഗം കഴിഞ്ഞു. ഇന്ന് 17-ാം സർഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. പഞ്ചവടിയിൽ താമസം ആരംഭിച്ചു അല്ലേ? ഇന്നലെ ജടായുവിൻ്റെ അച്ഛനും അമ്മയും ആരൊക്കെയാണെന്ന് ജടായു പറഞ്ഞു. അരുണൻ്റെ മകനാണ് ശേനി എന്നാണ് അമ്മയുടെ പേര്. അതെല്ലാം കഴിഞ്ഞ് ലക്ഷ്മണനെ കൊണ്ട് നല്ല സ്ഥലം നോക്കി പർണശാല പണിയാനായിട്ട് പറഞ്ഞു. ലക്ഷ്മണൻ പറഞ്ഞു, ഏട്ടൻ എവിടെ ആജ്ഞാപിക്കുന്നുവോ അവിടെ ഞാൻ പണിയാൻ. ഞാൻ വെറും ഒരു ഏട്ടൻ്റെ ദാസൻ മാത്രമാണ്, അല്ലാതെ അഭിപ്രായം പറയാൻ ആളല്ല എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ആ ഏട്ടനോടുള്ള വിധേയത്വം പ്രകടിപ്പിച്ചു. അതിനുശേഷം നല്ല രമണീയമായിട്ടുള്ള ഒരു സ്ഥലം രാമൻ കാണിച്ചു കൊടുത്തു. അവിടെ ലക്ഷ്മണൻ തന്നെ ഏകനായിട്ട് തന്നെ അല്ലേ, ആദിശേഷനല്ലേ, എത്ര തലയാ എത്ര കൈകളാ, ഒരേ സമയം വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ ചെയ്യാൻ കരുത്തുള്ള ആളാണ്. അപ്പോൾ ആ ലക്ഷ്മണ സ്വാമി തന്നെയാണ് അവിടെ കാട്ടിൽ കിട്ടുന്നതായിട്ടുള്ള മരങ്ങളും കമ്പുകളും മുളകളും എല്ലാം ഉപയോഗിച്ച് വള്ളികളും കാട്ടുവള്ളികളൊക്കെ കൊണ്ട് കെട്ടി, അതുപോലെ മണ്ണുകൊണ്ട് ചുമരൊക്കെ നിർമ്മിച്ച് മുകളിൽ പർണങ്ങൾ കൊണ്ട് അഥവാ പലതരത്തിലുള്ള ഇലകളും ഓലകളും പുല്ലുകളും എല്ലാം ഇട്ട് ആവരണം ചെയ്ത് മനോഹരമാക്കി അവിടെ താമസം ആരംഭിച്ചു. രാമനെ കാണിച്ചു കൊടുത്തു. അവിടെ ഒരു വാസ്തുഹോമമൊക്കെ ചെയ്തു അല്ലേ, ഒരു വാസ്തു പൂജയൊക്കെ ലക്ഷ്മണൻ ചെയ്തു. അതിനുശേഷം രാമന് കാണിച്ചു കൊടുത്തു, ഇതാ ഏട്ടന് വേണ്ടിയിട്ടുള്ള വാസത്തിനുള്ളതായിട്ടുള്ള സ്ഥാനം എന്ന്. അങ്ങനെ സന്തോഷമായിട്ട് അവർ മൂന്നാളും അവിടെ താമസിക്കുന്നു. അപ്പോഴേക്കും ഹേമന്ത ഋതു ആരംഭിച്ചു. ആ ഹേമന്തം എന്നുള്ളത് തണുപ്പ് കാലം തന്നെയാണ്, മഞ്ഞുകാലമാണ്. ആ മഞ്ഞുകൊണ്ട് ആവരണം ചെയ്തതായിട്ടുള്ള സസ്യലതാദികളും പുൽച്ചെടികളും പുൽമേടുകളും എല്ലാം വർണ്ണിച്ചു. അതുപോലെ തന്നെ ജലാശയങ്ങളൊക്കെ മുകൾ ഭാഗത്ത് ഐസ് പോലെ ആയിരിക്കുന്നു. അങ്ങനെയുള്ള തണുത്ത ആ ജലാശയത്തിലാണ് ദിവസവും രാവിലെ പോയിട്ട് ഇവർ മൂന്നാളും ചെന്ന് സ്നാനം ചെയ്തുകൊണ്ട് വരുന്നത്. ലക്ഷ്മണൻ ഒരു കുടത്തിൽ വെള്ളവും കൊണ്ട് ഒപ്പം വരും, ആവശ്യത്തിന് വേണ്ടതായിട്ടുള്ള വെള്ളവുമായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഈ തണുപ്പ്
ഓരോ ദിവസവും അനുഭവിക്കുന്ന ലക്ഷ്മണൻ ഭരതനെക്കുറിച്ച് ഓർത്ത് ആ ഭരതൻ പാവം എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? നമ്മളെ വനത്തിൽ വന്നു, ഭരതന് സുഖമായിട്ട് രാജ്യഭാരം ഏറ്റെടുത്ത് സിംഹാസനത്തിലിരുന്ന് എല്ലാ രാജകീയ സൗഖ്യങ്ങളും അനുഭവിക്കാവുന്നിടത്തുനിന്ന് അതെല്ലാം ത്യജിച്ചുകൊണ്ട് ഏട്ടന് വേണ്ടി ഏട്ടനിൽ സമർപ്പിതനായിക്കൊണ്ട് നമ്മളെപ്പോലെ തന്നെ കാട്ടിൽ കഴിയുന്നത് പോലെ തന്നെ നിലത്ത് കിടന്നുകൊണ്ടും അതുപോലെ രാവിലെ നേരത്തെ ചെന്ന് സരയുവിൽ കുളിച്ചുകൊണ്ടും എല്ലാ കർമ്മങ്ങളും ചെയ്തുകൊണ്ടും ഒരു താപസനെ പോലെ കഴിയുന്നുവല്ലോ എന്ന് അനുജനായ ലക്ഷ്മണൻ ഭരതനെ നല്ലതുപോലെ സ്മരിക്കുന്നു. അങ്ങനെ അത് രാമന് വളരെ സന്തോഷമായി അത് കേട്ടിട്ട്. ആ സമയത്ത് ഇടയ്ക്ക് കൈകേയിയെക്കുറിച്ചൊരു കമന്റ് ലക്ഷ്മണന്റെ ഭാഗത്തു നിന്നുണ്ടായി. എങ്ങനെ ഇങ്ങനൊരു അല്ലേ, ദശരഥനെ പോലെ നല്ലൊരു അദ്ദേഹത്തിനും ഈ ഭരതനെ പോലൊരു മഹാനും എങ്ങനെ ഭരതന്റെ അമ്മയായും ദശരഥന്റെ പത്നിയായിട്ടും ഈ കൈകേയിയെ പോലൊരു ക്രൂര സ്വഭാവ ഉണ്ടായി എന്ന് ലക്ഷ്മണൻ ഒരു വാചകം പറഞ്ഞു. അത് കേട്ടപ്പോൾ രാമന് സഹിച്ചില്ല. രാമൻ പറഞ്ഞു, എൻ്റെ ചെറിയമ്മയെക്കുറിച്ച് ഒന്നും പറയരുത്, അവർക്കൊരു കുഴപ്പമില്ല, അവർ വളരെ നല്ല ഉത്തമയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിച്ചുകൊണ്ട് ഭരതനെക്കുറിച്ച് പറയൂ, ഇഷ്ടം പോലെ പറയൂ, ഭരതനെക്കുറിച്ച് പുകഴ്ത്തി പറയൂ എന്ന്. അത് കേൾക്കാൻ രാമന് നല്ല സുഖം. അത് കഴിഞ്ഞ് രാമൻ പറയുന്നുണ്ട്, ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഇത്തിരി വിഷമമുണ്ട്, നാട്ടിലേക്ക് തിരിഞ്ഞു പോയാലോ എന്നൊക്കെ എൻ്റെ മനസ്സിങ്ങനെ ചഞ്ചലമാവണമെന്ന്. എന്തിനു വേണ്ടി? ആ ഭരതന്റെ സങ്കടം ഓർക്കുമ്പോൾ. ആ ഭരതനെ സങ്കടത്തിൽ നിന്ന് നിവർത്തിക്കണമെങ്കിൽ താൻ നാട്ടിലേക്ക് തിരിച്ചു പോകണം. അപ്പോൾ ആ സഹോദര സ്നേഹം കൊണ്ട് മനസ്സൊന്ന് ഇളകുന്നതായിട്ട് രാമൻ തന്നെ സ്വയം സമ്മതിക്കുന്നു. അപ്പം അങ്ങനെയൊക്കെ അവരുടെ ആ ദിവസങ്ങൾ കഴിച്ചു കൂട്ടുന്നു ഹേമന്ത ഋതുവിൽ. ഈ സമയത്താണ് ഇനീതാ രാവണ സഹോദരിയായ ശൂർപ്പണഖ. ഇവിടെയാണ്, ഈ പഞ്ചവടിയോട് അടുത്താണ് അവരുടെ ജന്മസ്ഥാനം. അവിടെ താമസിക്കുകയാണ്. ആ ശൂർപ്പണഖ ഇങ്ങനെ കാട്ടിൽ നടക്കുന്നതായിട്ടുള്ള സമയത്ത് ഈ സുന്ദരന്മാരായ രാമലക്ഷ്മണന്മാരെയും സുന്ദരിയായ സീതയെയും കണ്ട് രാമനെ കണ്ട് മോഹിച്ച് രാമനെ കാമിച്ചുകൊണ്ട് രാമനെ വിവാഹം കഴിക്കാൻ അല്ലെങ്കിൽ രാമനെ പതിയായി ലഭിക്കാനായി കൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് അവരെ സമീപിക്കുന്നതായിട്ടുള്ള ഭാഗങ്ങളാണ് നമുക്ക് വായിച്ച് കാണാം. അത് ശ്രീമദ് വാത്മീകീയേ രാമായണേ ആരണ്യകാണ്ഡേ സപ്തദശ സർഗ 17ാം സർഗം. കൃതാഭിഷേകോ രാമസ്തു സീതാ സൗമിത്രിരേവ ച തസ്മാത് ഗോദാവരീ തീരാത് തതോ ജഗ്മുഹു സ്വം ആശ്രമം. അങ്ങനെ കൃതാഭിഷേക എന്നുള്ള സ്നാനം കഴിഞ്ഞവനായിട്ടുള്ള രാമൻ സീതയോടും സൗമിത്രിയോടും കൂടി തസ്മാത് ഗോദാവരി തീരാത്, ആ ഗോദാവരിയിലാണ് സ്നാനം, അത് കഴിഞ്ഞ് ആ തീരത്ത് നിന്ന് തതഹ സ്വം ആശ്രമം ജഗ്മുഹു, അവിടുന്ന് അവരുടെ സ്വന്തം ആശ്രമത്തിലേക്ക് തിരിച്ചെത്തി നടത്തും. ആശ്രമം തമുപാഗമ്യ രാഘവസഹ ലക്ഷ്മണ കൃത്വാ പൗർവാഹ്നികം കർമ്മ പർണശാലാം ഉപാഗമത്. ആ രാഘവ തമാശ്രമം ഉപാഗമ്യ, ആശ്രമത്തിലേക്ക് വന്ന ശേഷം സഹലക്ഷ്മണ, ലക്ഷ്മണനോടുകൂടെ പൗർവാഹ്നികം കർമ്മ കൃത്വാ എന്നും പറയുന്നുണ്ട് അല്ലേ. പൂർവാഹനത്തിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രാതകാലത്തിൽ ചെയ്യേണ്ട സന്ധ്യാവന്ദനാദികളും സമിതാദാനം മുതലായിട്ടുള്ള കർമ്മങ്ങളുമെല്ലാം ചെയ്ത് പർണശാലാമുപാഗമത്, പർണശാലയിലേക്ക് പ്രവേശിച്ചു. ഉവാസ സുഖിതസ്തത്ര പൂജ്യമാനോ മഹർഷിഭിഃ ലക്ഷ്മണേന സഹ ഭ്രാത്രാ ചകാര വിവിധാ കഥാഃ. തത്ര മഹർഷിഭിഃ പൂജ്യമാനഃ ഭ്രാത്രാ ലക്ഷ്മണേന സഹ സുഖിതഃ ഉവാസ. അവിടെ ചുറ്റുപാടുമുള്ള മഹർഷിമാരാലും മറ്റും ബഹുമാനിക്കപ്പെട്ടുകൊണ്ടും
സഹോദരനായ ലക്ഷ്മണനോടും കൂടെ സുഖമായിട്ടാണ് രാമൻ വസിച്ചത്. വിവിധാഹ കഥാഹ ചകാര. അവിടെ ഇരുന്നു കൊണ്ട് അവര് പല വർത്തമാനങ്ങളും പറഞ്ഞുകൊണ്ടും കാലം കഴിച്ചു. സ്വരാമഃ പർണശാലായാം ആസീന സഹ സീതയാ വിരരാജ മഹാബാഹു ചിത്രയാ ചന്ദ്രമായിവ. ആ മഹാബാഹു സഹ രാമഃ പർണശാലായാം സീതയാ സഹ ആസീനഃ. അപ്പൊ സീതയോടുകൂടിയിരിക്കുന്ന പർണശാലയിലിരിക്കുന്ന രാമൻ ഏതുപോലെ കാണപ്പെട്ടു? ചിത്രയാ ഇവ ചന്ദ്രമാ വിരരാജ. ചിത്രാ നക്ഷത്രത്തോടുകൂടിയിരിക്കുന്ന ചന്ദ്രനെ പോലെ ശോഭിച്ചു എന്നർത്ഥം. ചൈത്രമാസം അല്ലെ, ആ ചൈത്രമാസത്തിൽ ചിത്രാ നക്ഷത്രത്തിന് നല്ല ശോഭയായിരിക്കും. ആ ചിത്രാ നക്ഷത്രത്തോട് ചന്ദ്രൻ ചേർന്നിരിക്കുന്നതായിട്ടുള്ള ആ സന്ദർഭം അവിടെ അതുപോലെ ശോഭിച്ചു എന്ന് പറയണം. തദാസീനസ്യ രാമസ്യ കഥാ സംസക്തചേതസഃ തം ദേശം രാക്ഷസീ കാചിത് ആജഗാമ യദൃച്ഛയാ. തദാ രാമസ്യ കഥാ സംസക്തചേതസഃ ആസീനസ്യ കാചിത് രാക്ഷസീ യദൃച്ഛയാ തം ദേശം ആജഗാമ. അപ്രകാരം രാമൻ കഥകളിൽ മുഴുകിയ മനസ്സോടുകൂടി ഇരിക്കുമ്പോൾ എന്നർത്ഥമാണ്. കഥാസംസക്ത ചേതസഃ ആസീനസ്യ. കഥകളിൽ സംസക്ത ചേതസ്സായിരിക്കുന്ന രാമന്റെ അടുത്തേക്ക് കാചിത് രാക്ഷസി, ഏതോ ഒരു രാക്ഷസി, യദൃച്ഛയാതം ദേശമാജകാമ, യാദൃച്ഛികമായി ആ ദേശത്തേക്ക് വന്നു ചേർന്നു. യാദൃച്ഛികമൊന്നുമില്ല, ഇവിടെ എല്ലാം ഈശ്വരേച്ഛ തന്നെയാണ്. അതിന്റെ പുറകിൽ തിരക്കഥയൊക്കെ ഈശ്വരന്റെ തന്നെയാണ്. സാതു ശൂർപ്പണകാ നാമ ദശഗ്രീവസ്യ രക്ഷസഃ ഭഗിനി രാമമാസാദ്യ ദദർശത്രിദശോപമം. ആ ദശഗ്രീവസ്യ രക്ഷസഃ ഭഗിനി ശൂർപ്പണകാ നാമ സാ. ദശഗ്രീവൻ, 10 കഴുത്തൻ 10 തലയൻ. ആ രാവണന്റെ ഭഗിനിയാണ്, അഥവാ സഹോദരിയാണ് ഈ വന്നിരിക്കുന്ന ശൂർപ്പണക എന്ന് പേരുള്ളവൾ. അവള് രാമമാസാദ്യ ത്രിദശോപമം തു ദദർശ. രാമന്റെ സമീപത്തേക്ക് വന്നപ്പോ രാമനെ ദേവന്മാർക്ക് തുല്യനായിട്ട് കണ്ടു എന്നർത്ഥം. എന്ന് വെച്ചാൽ അത്രയും തേജസ്സോടെ ഭംഗിയോടെ ശോഭിക്കുന്നതായിട്ടുള്ള രാമനെ അവൾ കണ്ടു. ത്രിദശന്മാരെന്നാൽ ദേവന്മാര്, 3ാമത്തെ ദശ മാത്രം പെർമനന്റ് ആയിട്ടുള്ളവര്. ബാല്യം കൗമാരമില്ല, വാർദ്ധക്യവുമില്ല. ബാല്യ കൗമാരങ്ങൾ കഴിഞ്ഞാൽ പിന്നത്തെ 3ാമത്തെ ദശയാണ് യൗവനം. അപ്പൊ നിത്യ യൗവനയുക്തന്മാരായതുകൊണ്ടാണ് ദേവന്മാർക്ക് ത്രിദശന്മാരെന്ന് പേര്. അപ്പോ ആ ദേവന്മാരെ പോലെ ശോഭിക്കുന്ന രാമനെ അവൾ കണ്ടു. ആ രാമനെ വർണ്ണിക്കുകയാണ്. സിംഹോരസ്കം മഹാബാഹും പത്മപത്ര നിഭേക്ഷണം ആജാനുബാഹും ദീപ്താസ്യം അതീവ പ്രിയദർശനം ഗജവിക്രാന്തഗമനം ജടാമണ്ഡലധാരിണം സുകുമാരം മഹാസത്വം പാർത്ഥിവവ്യഞ്ജനാന്വിതം രാമമിന്ദീവരശ്യാമം കന്ദർപ്പസദൃശപ്രഭം ബഭൂവേന്ദ്രോപമം ദൃഷ്ട്വാ രാക്ഷസീ കാമമോഹിത. രാമനെ വർണ്ണിക്കുകയാണ്. രാമം എങ്ങനെയുള്ള രാമൻ? സിംഹോരസ്ഖം, സിംഹത്തെ പോലെ വലിയ വിരിഞ്ഞ ഉരസ് മാറോടുകൂടിയവനും, മഹാബാഹും വലിയ നീണ്ടുരുണ്ട, ആജാനു ബാഹു കൈകൾ എന്നർത്ഥം. ആജാനു ബാഹു എന്ന് പറഞ്ഞാൽ എന്താ? കാൽമുട്ട് വരെയുള്ള കൈകളോട് കൂടിയവൻ എന്നാണ് അർത്ഥം. ജാനു പര്യന്തം ബാഹു ഉള്ളവൻ, ആജാനു ബാഹു. അല്ലാതെ ഉയരമുണ്ടായാൽ മാത്രം പോരാ, കൈകൾ നീളമുണ്ടെങ്കിലേ ആജാനുബാഹു ആവുള്ളൂ. അപ്പൊ വലിയ ഭഗവാൻ ആജാനുബാഹുവാണ്. പത്മപത്ര നിഭേക്ഷണം ആജാനുബാഹും, വീണ്ടും അവിടെ പറയുന്നുണ്ട്. താമര പോലെയുള്ള കണ്ണുകളോട് കൂടിയവനും ആജാനുബാഹുവായ, ദീപ്താസ്യം നല്ല മുഖം, നല്ല തേജോമയം, അതീവ പ്രിയദർശനം കാണുമ്പോൾ അതി സൗന്ദര്യം, സൗമ്യഭാവം. അതുപോലെ ഗജവിക്രാന്തഗമനം, സഞ്ചാരം ആനയുടെ നടത്തം പോലെയാണ്, ഗജത്തിന്റെ വിക്രമം പോലെയുള്ള ഗമനം. ജടാമണ്ഡലധാരിണം, ജടാമണ്ഡലം ധരിച്ചിട്ടുണ്ട്. സുകുമാരം, ശരീരം നല്ല കോമളം.
മഹാസത്വം, അതിഗംഭീരഭാവം, ബലമുള്ളവനായിട്ട്, ശക്തിയുള്ളവനായിട്ട്, ധൈര്യമുള്ളവനായിട്ടൊക്കെ. പാർത്ഥിവ വ്യഞ്ജനാന്വിതം, ശരീരം കണ്ടാൽ ലക്ഷണം ഒരു ക്ഷത്രിയന്റെ ലക്ഷണം തന്നെ. ഇന്ദീവരശ്യാമം, ഇന്ദീവരം എന്ന നീലത്താമര പോലെ കറുത്ത അല്ലെങ്കിൽ ശ്യാമവർണ്ണത്തോടു കൂടിയവൻ. കന്ദർപ്പ സദൃശപ്രഭം, കാമദേവന് തുല്യനായിട്ടുള്ള കാന്തിയോടുകൂടിയവനും. ഇന്ദ്രോപമം, ഇന്ദ്രനെ പോലെ പ്രതാപശാലിയും. അങ്ങനെയുള്ള രാമനെ ദൃഷ്ടുവ രാക്ഷസി കാമമോഹിത ബഭൂവ, ആ രാക്ഷസിയായ ശൂർപ്പണഖ കാമം കൊണ്ട് മോഹിതയായി പീഡിതയായി ഭവിച്ചു. സുമുഖം ദുർമുഖീരാമം വൃത്തമധ്യം മഹോദരീ, വിശാലാക്ഷം വിരൂപാക്ഷി സുകേശം താമ്രമൂർധജാം, പ്രീതിരൂപം വിരൂപാസാ സുസ്വരം ഭൈരവസ്വര, തരുണം ദാരുണോ വൃദ്ധ ദക്ഷിണം വാമഭാഷിണി, ന്യായവൃത്തം സുദുർവൃത്ത പ്രിയമപ്രിയദർശന, ശരീരജ സമാവിഷ്ടോ രാക്ഷസീ രാമമബ്രവീത്. രാമന്റെ ഗുണങ്ങളും രൂപവും ശൂർപ്പണഖയുടെ ഗുണങ്ങളും രൂപവും പരസ്പര വിരുദ്ധം. അതാണ് പരസ്പര വിരുദ്ധമായി തന്നെ ഓരോന്നും താരതമ്യം ചെയ്ത് പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള അവള് രാമനെ കാമിച്ചു. കാമപരവശയായി രാമനോട് ഇപ്രകാരം പറഞ്ഞു എന്നാ. അപ്പൊ നോക്കൂ എങ്ങനെയുള്ളവള്. അവളുടെ മുഖം ദുർമുഖിയായ അവളുടെ രൂപം എന്താ? മഹോദരി, വലിയ വയറുള്ളവൾ. വിരൂപാക്ഷി, കണ്ണൊക്കെ കോങ്കണ്ണും കുടിലമായിട്ടുള്ള കണ്ണുകളോട് കൂടിയവൾ. താമ്രമൂർധജ, ചെമ്പൻ തലമുടിയുള്ളവളാണ്. വിരൂപയാണ്. ഭൈരവസ്വര, ഭയങ്കരമായ ഒരു ശബ്ദത്തോടു കൂടിയവളാണ്. ദാരുണ, കാണുമ്പോൾ തന്നെ ഭയങ്കര സ്വരൂപമാണ്. വൃദ്ധയുമാണ്. വാമഭാഷിണി, എന്താ പറയുക, വാമമായി ഭാഷിക്കുന്നവൾ എന്ന് പറഞ്ഞാൽ കപടമായി സംസാരിക്കുന്നവൾ, വക്രമായി സംസാരിക്കുന്നവൾ എന്നൊക്കെ അർത്ഥം. സുദുർവൃത്ത, അത്യന്തം ദുശ്ചരിതയാണ്. അപ്രിയദർശന, ആർക്കും കണ്ടാൽ പ്രിയം തോന്നുകയില്ല, വെറുപ്പ് തോന്നും. അങ്ങനെയുള്ള ജുഗുപ്സ ഉണ്ടാക്കുന്ന ദർശനത്തോടുകൂടിയവളുമായ സാ രാക്ഷസി. ആ രാക്ഷസി എങ്ങനെയുള്ള രാമനെ കാമിച്ചു? സുമുഖം വൃത്തമധ്യം വിശാലാക്ഷം സുകേശം പ്രീതിരൂപം സുസ്വരം രാമം തരുണം ദക്ഷിണം ന്യായവൃത്തം പ്രിയം രാമം. രാമനെ വിശേഷിപ്പിച്ചത് മുഴുവൻ അവളുടെ ഇത് പറഞ്ഞതിന്റെ ഓപ്പോസിറ്റാണ്. അവളെ ദുർമുഖി എന്ന് പറഞ്ഞു, രാമനെ സുമുഖൻ എന്ന് പറഞ്ഞു. അവളെ മഹോദരി എന്ന് പറഞ്ഞു, രാമനെ വൃത്തമധ്യം എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ മധ്യഭാഗം നല്ലതുപോലെ ഉരുണ്ട് നല്ല പാകമുള്ളത്. അതുപോലെ അവളെ വിരൂപാക്ഷി എന്ന് പറഞ്ഞു, രാമനെ വിശാലാക്ഷൻ എന്ന് പറഞ്ഞു. അവള് താമ്രമൂർധജയാണ്, ഭഗവാൻ സുകേശൻ, നല്ല ചന്തമുള്ള മുടിയുള്ളവൻ. അവൾ വിരൂപയാണ്, ഭഗവാൻ പ്രീതിരൂപനാണ്. ആർക്ക് കണ്ടാലും പ്രീതി തോന്നുന്ന, പ്രേമം തോന്നുന്നതായിട്ടുള്ള രൂപം. അവള് ഭൈരവസ്വര, ഭഗവാൻ സുസ്വരൻ, നല്ല ശബ്ദം, മൃദുവായ ശബ്ദം. ദാരുണ, ഭഗവാനോ അവള് വൃദ്ധയുമാണ്. ഭഗവാൻ രാമനാണ്. രാമൻ എന്ന് പറഞ്ഞാലോ എല്ലാവരെയും രമിപ്പിക്കുന്നവനാണ്. ഭഗവാൻ തരുണനാണ്, രാമൻ തരുണനാണ്, അവൾ വൃദ്ധയാണ്. അപ്പൊ വൃദ്ധയായ അവൾ തരുണനായ രാമനെ. അവള് വാമഭാഷിണി, ഭഗവാൻ ദക്ഷിണം ഭാഷണം, എന്താ പറയുക, നല്ല രീതിയിൽ ഋജുവായി സംസാരിക്കുന്നവൻ. അതുപോലെ അവള് സുദുർവൃത്ത, ഭഗവാൻ ന്യായവൃത്തനാണ്, മര്യാദയ്ക്ക് മാത്രം പ്രവർത്തിക്കുന്നവനാണ്, സച്ചരിത്രനാണ്. അവൾ അപ്രിയദർശന, ഭഗവാൻ പ്രിയനാണ് എല്ലാവർക്കും. അങ്ങനെയുള്ള രാക്ഷസി രാമം അബ്രവീത് എന്നുള്ള ഒട്ടും ചർച്ചയില്ല എന്ന് പറയാ. 10 പൊരുത്തം എന്നൊക്കെ പറഞ്ഞ പോലെ ഇവിടെ 10 വൈരുദ്ധ്യങ്ങളാണുള്ളത് എന്ന് പറയുക. അങ്ങനെയുള്ള ശൂർപ്പണഖ രാമനെ കാമിച്ചുകൊണ്ട് രാമനോട് പറയുകയാണ്, രാമനോട് ഭാഷണം ചെയ്യുന്നു.
ശരീരജ സമാവിഷ്ട എന്ന് പറഞ്ഞാൽ ശരീരജൻ എന്ന് പറഞ്ഞാൽ കാമദേവൻ, ശരീരത്തിൽ ജനിക്കുന്നവൻ, മനസ്സിൽ ജനിക്കുന്നവൻ, മനസിജൻ എന്നൊക്കെ കാമദേവന് പേരുണ്ട്. അപ്പൊ ശരീരജ സമാവിഷ്ട, കാമനാൽ പ്രവേശിക്കപ്പെട്ടവനായി, ബാധിക്കപ്പെട്ടവനായി, ഒരു പ്രേതം കൂടിയതുപോലെ കാമദേവൻ ഇവളുടെ മേലെ കൂടിയിട്ടുണ്ട് എന്നർത്ഥം. അപ്പൊ ആ കാമാവേശിതയായിട്ടുള്ള ശൂർപ്പണഖ രാമനോട് പറയുകയാണ്, ജഡീതാപസരൂപേണ സഭാര്യ ശരജാപദൃത് ആഗതസ്ത്വം ഇമം ദേശം കഥം രാക്ഷസസേവിതം കിമാഗമനകാര്യം തേ തത്വമാഖ്യാതുമർഹസി. രാമനോട് ചോദിക്കുകയാണ്, താപസരൂപേണ ജഡി, അങ്ങ് താപസരൂപം ധരിച്ച് ജടയെല്ലാം ധരിച്ചിരിക്കുന്നു. ജഡി എന്ന് പറഞ്ഞാൽ ജടയുള്ളവൻ. സഭാര്യ, എന്നാൽ താപസരൂപമാണെങ്കിലും ഭാര്യയോട് കൂടിയിട്ടാണല്ലോ ഇരിക്കുന്നത്. ശരജാപതൃത്ത്, താപസനാണെങ്കിലും അമ്പും വില്ലുമൊക്കെയും ധരിച്ചിരിക്കുന്നു. അപ്പൊ ഇത് പരസ്പരം കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള ആ രാമന്റെ രൂപം കണ്ടിട്ട് അവൾക്ക് ദഹിക്കുന്നില്ല. താപസന്റെ വേഷം, ജടാമകുടങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ട്, ജടയൊക്കെ തലയിലുണ്ട്. എന്നാൽ ഈ പറഞ്ഞ ഭാര്യയുണ്ട്, വില്ലും അമ്പുമൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള നീ രാക്ഷസസേവിതം ഇമം ദേശം ത്വം കഥമാഗതഃ, രാക്ഷസന്മാരാൽ നിറയപ്പെട്ടിരിക്കുന്ന ഈ ദേശത്തേക്ക് എങ്ങനെ വന്നു ചേർന്നു? എന്തിനാ വന്ന്? ആഗമന കാര്യം തേക്കും, എന്തിനു വേണ്ടി വന്നതാണ് ഇവിടെ? എന്താ ആഗമന കാര്യം? തത്വമാക്കിയാതുമർഹസി, സത്യം എന്നോട് പറയണം. തത്വം എന്ന് പറഞ്ഞാൽ സത്യം എന്നർത്ഥം തന്നെ, ഉള്ളതുപോലെ. ഏവമുക്തസ്തു രാക്ഷസ്യ ശൂർപ്പണഖ്യാ പരന്തവഃ ഋജുബുദ്ധിതയാ സർവം ആഖ്യാതുമുപചക്രമേ. പരന്തവഃ, ഇവിടെ രാമൻ, ശത്രുക്കളെ തപിപ്പിക്കുന്നവനായ രാമൻ, രാക്ഷസ്യ ശൂർപ്പണഖ്യാ ഏവ മുക്തഃ, രാക്ഷസിയായ ശൂർപ്പണഖിയാൽ ഇപ്രകാരം പറയപ്പെട്ടവനായ രാമൻ, ഋജുബുദ്ധിതയാ സർവം തു ആഖ്യാതുമുപചക്രമേ. ഋജുബുദ്ധി എന്ന് പറഞ്ഞാൽ കാപട്യമില്ലാതെ നേരെ ഉള്ളതുപോലെ പറയുന്നതായിട്ടുള്ള രാമൻ സത്യവാക്കാണ്. തന്റെ ചരിത്രം മുഴുവൻ പറയാൻ ആരംഭിച്ചു. അനൃതം നഹി രാമസ്യ കദാചിദഭിസമ്മതം വിശേഷേണാശ്രമസ്ഥസ്യ സമീപേ സ്ത്രീജനസ്യ ച. രാമസ്യ കദാചിദഭി അനൃതം ന സമ്മതം, രാമന് ഒരു കാലത്തും അനൃതം എന്ന് പറഞ്ഞാൽ കളവ്, നുണ പറയുക, ഇതൊന്നും സമ്മതമായിട്ടുള്ള കാര്യമല്ല, ഇഷ്ടമല്ല. ആശ്രമസ്ഥസ്യ സ്ത്രീജനസ്യ സമീപിച്ച് വിശേഷേണ, ഇനി താൻ സ്വയം ആശ്രമത്തിൽ വസിക്കുകയാണ്, അതുമാത്രമല്ല സമീപത്ത് സ്ത്രീജനങ്ങളുമുണ്ട്. ആ സമയത്ത് വിശേഷേണ തനിക്ക് അനൃതം ഒട്ടും ഇഷ്ടമല്ല. എന്നുവെച്ചാൽ ആശ്രമത്തിൽ വെച്ചും സ്ത്രീകളുടെ മുമ്പിൽ വെച്ചും നുണ പറയുന്നത് ഒട്ടും ഇഷ്ടമല്ല. ആസീദ് ദശരഥോ നാമ രാജാ ത്രിദശ വിക്രമഃ തസ്യാഹമഗ്രജഃ പുത്രോ രാമോ നാമ ജനൈ ശ്രുതഃ. തന്റെ കഥ പറയണ, ത്രിദശ വിക്രമഃ ദശരഥഃ നാമ രാജാ ആസീത്, ദേവന്മാരെ പോലെ പരാക്രമിയായിട്ടുള്ള ദശരഥൻ എന്ന പേരുള്ള ഒരു രാജാവുണ്ടായിരുന്നു. തസ്യ അഗ്രജഃ പുത്രഃ അഹം, അദ്ദേഹത്തിന്റെ മൂത്ത പുത്രനാകുന്നു ഞാൻ. രാമഃ നാമ ജനൈഹി ശ്രുതഃ, രാമൻ എന്ന എന്റെ പേര് ജനങ്ങളാൽ ശ്രവിക്കപ്പെട്ടിരിക്കുന്നു, വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. അപ്പൊ ജനങ്ങളെല്ലാം എന്നെ രാമൻ എന്ന് വിളിക്കുന്നു. ഭ്രാതായം ലക്ഷ്മണോ നാമ യവീയാൻ മാമനുവ്രതഃ ഇയം ഭാര്യാ ച വൈദേഹി മമ സീതേതി വിശ്രുത. അയം യവീയാൻ ഭ്രാത, ഈ നിൽക്കുന്നത് എന്റെ അനുജനാണ്. യവീയാൻ എന്ന് പറഞ്ഞാൽ യങ്ങർ എന്നർത്ഥം, എന്റെ അനുജനാണ്. ലക്ഷ്മണഃ നാമ മാം അനുവ്രതഃ, ഇവന്റെ പേര് ലക്ഷ്മണൻ എന്നാണ്, എന്നെ അനുസരിച്ച് എന്റെ കൂടെ വന്നിരിക്കുകയാണ്. ഈ മമ ഭാര്യ, ഈ നിൽക്കുന്നത് എന്റെ ഭാര്യയാണ്. സീത ഇതി വിശ്രുത, സീത എന്ന് പ്രശസ്തയായിട്ടുള്ളവളാണ്. വൈദേഹി ച, അവൾ വിദേഹ രാജ്യത്തെ രാജകുമാരിയാണ്, വിദേഹ രാജാവിന്റെ മകളാണ്. നിയോഗാത്തു നരേന്ദ്രസ്യ പിതുർമാതുശ്ചയന്ത്രിതഃ ധർമാർത്ഥം ധർമ്മകാംക്ഷീ ച വനം വസ്തും ഇഹാഗതഃ. നരേന്ദ്രസ്യ പിതുഃ മാതുഃ നിയോഗാത്തു യന്ത്രിതഃ, എന്റെ പിതാവ് നരേന്ദ്രനാണ്, രാജാവാണ്. അപ്പൊ രാജാവായ എന്റെ അച്ഛനാലും
എന്റെ മാതാവിനാലും കൈകേയിയാകുന്ന മാതാവിനാലും നിയോഗിച്ചതുകൊണ്ട് യന്ത്രിത നിയന്ത്രിത എന്ന് വെച്ചാൽ അതിന് വശംവദനായിട്ട്, അവരുടെ വാക്കുകൾക്ക് കെട്ടപ്പെട്ടവനായിട്ട്, ധർമ്മകാംക്ഷി ധർമ്മത്തിൽ കാംക്ഷയുള്ളവനായിട്ട്, ധർമാർത്ഥം ധർമ്മമനുഷ്ഠിക്കാനായി, ധർമ്മപരിപാലനത്തിനായി, വനം വസ്തും ഇഹ ആഗത വനത്തിൽ വസിക്കുവാനായിട്ടാണ് ഞാൻ ഇവിടെ വന്നു ചേർന്നത്. ത്വാം തുവേദിതുമിച്ഛാമി കഥ്യതാം കാസി കസ്യവാ. ശൂർപ്പണഖയോട് രാമൻ തിരിച്ചു ചോദിക്കണം, ത്വാം തുവേദിതുമിച്ഛാമി, നിന്നെ അറിയുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കാസി, നീ ആരാണ്? കസ്യവാ, ആരുടേതാണ് നീ? എന്നുവെച്ചാൽ ആരുടെ മകളാണ് അല്ലെങ്കിൽ ആരുടെ ഭാര്യയാണ് എന്നർത്ഥം. കഥ്യതാം, ഒന്ന് പറയൂ. നഹി താവൻ മനോജ്ഞാംഗി രാക്ഷസീ പ്രതിഭാസി മേ ഇഹവാ കിം നിമിത്തം ത്വം ആഗതാ ബ്രൂഹി തത്വതഃ. മനോജ്ഞാംഗി നഹി താവത് മേ ത്വം രാക്ഷസീ പ്രതിഭാസി. മനോജ്ഞാംഗിയായതു എന്താ, മനോജ്ഞാംഗി ആവാതെ നിന്നെ ഞാൻ കാണപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ നിന്നെ ഞാൻ മനോജ്ഞാംഗിയാണെന്ന് കാണുന്നില്ല. നീ സുന്ദരിയല്ല, ശരി തന്നെ എന്ന് പറയണം. നിനക്ക് അത്ര സൗന്ദര്യം മനോജ്ഞാംഗമൊന്നും ഇല്ല. എങ്കിലും മേ ത്വം രാക്ഷസി പ്രതിഭാസി, അതുകൊണ്ട് എനിക്ക് നീ രാക്ഷസിയാണ് എന്ന് സംശയം തോന്നുന്നു. കിം നിമിത്തം ഇഹ ആഗതാവാ, എന്തിനായിട്ടാണ് നീ ഇവിടെ വന്നിരിക്കുന്നത്? തത്വതഃ ബ്രൂഹി, ഉള്ളത് സത്യമായിട്ട് പറയൂ എന്നർത്ഥം. അപ്പൊ നീ മനോജ്ഞാംഗിയല്ല, കുറച്ച് വിരൂപയാണ് എന്നതുകൊണ്ട് തന്നെ നിന്നെക്കുറിച്ച് എനിക്ക് രാക്ഷസിയാണ് എന്ന് സംശയമുണ്ട്. നീ എന്തിനാണ് വന്നിരിക്കുന്നത്? സാബ്രവീത് വചനം ശ്രുത്വാ രാക്ഷസീ മദനാർദിത ശ്രൂയതാം രാമ വക്ഷ്യാമി തത്വാർത്ഥം വചനം മമ. ആ രാക്ഷസി സാ വചനം ശ്രുത്വ, രാമന്റെ വചനത്തെ കേട്ടിട്ട് മദനാർദിത, കാമപീഡിതയായിട്ടുള്ള രാക്ഷസി അബ്രവീത്, രാമനോട് ഇങ്ങനെ പറയുകയാണ്, രാമ തത്വാർത്ഥം വക്ഷ്യാമി, ഞാൻ ഉള്ളതുപോലെ സത്യം പറയാം. മമ വചനം ശ്രൂയതാം, എന്റെ വാക്കുകളെ കേട്ടോളൂ. അഹം ശൂർപ്പണകാ നാമ രാക്ഷസീ കാമരൂപിണി അരണ്യം വിചരാമീതം ഏകാ സർവഭയങ്കരാ. അഹം ശൂർപ്പണക നാമ കാമരൂപിണി രാക്ഷസി, ഞാൻ സത്യം പറയാം, ഞാൻ കാമരൂപിണിയാണ്. കാമരൂപിണി എന്നാൽ ഇഷ്ടം പോലെ രൂപം ധരിക്കാൻ കഴിവുള്ളവൾ, യഥാകാമം രൂപം സ്വീകരിക്കാൻ കഴിയുന്നവൾ കാമരൂപിണി. അപ്പൊ ശൂർപ്പണക എന്നാണ് എന്റെ പേര്, രാക്ഷസി തന്നെയാണ്. ഏകാ ഇതം അരണ്യം സർവഭയങ്കര വിചരാമി, ഞാൻ ഏകയായി ഈ ആരണ്യത്തിൽ എല്ലാവർക്കും ഭയത്തെ ജനിപ്പിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു. രാവണോ നാമ മേ ഭ്രാത രാക്ഷസോ രാക്ഷസാധിപഃ വീരോ വിശ്രവസഃ പുത്രോ യതിതേ ശ്രോത്രമാഗതഃ. തന്റെ സഹോദരൻ പ്രശസ്തനാണ് അല്ലേ, അപ്പൊ അതിന്റെ കെയർ ഓഫിൽ പരിചയപ്പെടുത്തുകയാണ്. രാക്ഷസാധിപഃ രാവണഃ നാമ രാക്ഷസഃ മേ ഭ്രാത, രാക്ഷസന്മാരുടെ എല്ലാം അധിപനായിരിക്കുന്ന രാവണൻ എന്ന പേരുള്ള രാക്ഷസനാണ് എന്റെ സഹോദരൻ. വീരഃ, അദ്ദേഹം മഹാപരാക്രമിയാണ്, ശൂരനാണ്. വിശ്രവസഃ പുത്രഃ, വിശ്രവസ് എന്ന മഹാത്മാവിന്റെ പുത്രനാണ്. തേ ശ്രോത്രം യതി ആഗതഃ, അങ്ങയുടെ ചെവിയിലേക്ക് അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടില്ലേ, വന്നിട്ടില്ലേ? പ്രവൃദ്ധ നിദ്രശ്ച തദാ കുംഭകർണോ മഹാബലഃ വിഭീഷണശ്ച ധർമാത്മാ നതു രാക്ഷസചേഷ്ടിതഃ. തന്റെ മറ്റു രണ്ട് സഹോദരന്മാരെ കുറിച്ച് പറയുന്നു. പ്രവൃദ്ധ നിദ്രഃ മഹാബലഃ കുംഭകർണഃ തദാ, വർദ്ധിച്ച ഉറക്കത്തോടുകൂടിയവനായ മഹാബലവാനായ കുംഭകർണനും അപ്രകാരം തന്നെ എന്റെ ഭ്രാതാവ് തന്നെയാണ്. ധർമാത്മാ വിഭീഷണഃ തു, അതേപോലെ തന്നെയാണ് ധർമാത്മാവായിട്ടുള്ള വിഭീഷണനും എന്റെ സഹോദരനാണ്. പക്ഷേ അദ്ദേഹമോ രാക്ഷസചേഷ്ടിതഃ, രാക്ഷസചേഷ്ടകളില്ലാത്തവനായ ധർമാത്മാവാണ് അദ്ദേഹം. മഹാനാണ് എന്റെ ഏറ്റവും ചെറിയ സഹോദരൻ വിഭീഷണൻ. പ്രഖ്യാത വീര്യൗ ചരണേ ഭ്രാതരൗ ഘരദൂഷണൗ
താനഹം സമതിക്രാന്ത രാമ ത്വാ പൂർവദർശനാത് സമുപേദാസ്മി ഭാവേന ഭർത്താരം പുരുഷോത്തമം രണേ പ്രഖ്യാത വീര്യൗ ഗരദൂഷണൗ ഭ്രാതരൗ. എനിക്ക് വേറെയും ചില സഹോദരന്മാരുണ്ട്, ഗരദൂഷണന്മാരെന്ന് പേര്. അവര് വളരെ പ്രശസ്തരായ വീരന്മാരാണ്. എന്റെ സഹോദരന്മാർ തന്നെ. ഹേ രാമ, പുരുഷോത്തമം ത്വാ പൂർവദർശനാത് ഭാവേന ഭർത്താരം അഹം താൻ സമതിക്രാന്ത സമുപേദ അസ്മി. അല്ലയോ രാമ, പുരുഷോത്തമം ത്വാ, പുരുഷന്മാരിൽ വെച്ച് അതിശ്രേഷ്ഠനായ അതിസുന്ദരനുമായ പരാക്രമിയും എല്ലാം തികഞ്ഞ, ഇനി ഒന്നും തികയാൻ ബാക്കിയില്ല രാമന്. രാമന് ഒരു കുറവും രൂപത്തിലും സ്വഭാവത്തിലും ഒന്നിലും തന്നെ ഇല്ല. അപ്പൊ അങ്ങനെയുള്ള നരശ്രേഷ്ഠനായ അങ്ങയെ പൂർവദർശനാത്, ഒറ്റ നോട്ടത്തിൽ ആദ്യത്തെ ദർശനത്തിൽ തന്നെ എന്ന് പറയാം അല്ലെ, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ഒറ്റ ദർശനം കൊണ്ട് തന്നെ പൂർവദർശനാത് ഭാവേന ഭർത്താരം അഹം സമുപേദ അസ്മി. എന്റെ ഭാവം കൊണ്ട്, മനസ്സുകൊണ്ട് എന്റെ ഭർത്താവായി ഞാൻ അങ്ങയെ വരിച്ചിരിക്കുന്നു. ഞാൻ അങ്ങയെ എന്റെ ഭർത്താവായി സ്വീകരിച്ചിരിക്കുന്നു. ആരെ അതിക്രമിച്ചുകൊണ്ട്? താൻ സമതിക്രാന്ത, അവരെ അതിക്രമിച്ചുകൊണ്ട്. അവരെ എന്ന് പറഞ്ഞാൽ എന്റെ സഹോദരന്മാരെ എന്ന് വെച്ചാൽ അവരോടൊന്നും ചോദിക്കാതെ. ഇത്രയും വലിയ കേമന്മാരായിട്ടുള്ള സഹോദരന്മാരൊക്കെ ഉണ്ട് എനിക്ക്. പക്ഷെ ഞാനിപ്പോ അവരോടൊന്നും ചോദിക്കുന്നില്ല. എന്റെ മനസ്സ് അങ്ങേ വരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവരുടെ അനുവാദത്തിനൊന്നും കാത്തു നിൽക്കുന്നില്ല. അഹം പ്രഭാവസമ്പന്ന സ്വച്ഛന്ദ ബലഗാമിനി ചിരായ ഭവമേ ഭർത്ത സീതയാ കിം കരിഷ്യസി. അഹം പ്രഭാവസമ്പന്ന, ഞാൻ പ്രഭാവം അഥവാ ശക്തി കൊണ്ട് വളരെ സമ്പന്നയാണ് എന്ന് പറഞ്ഞാൽ അമാനുഷികമായ ശക്തിയുള്ളവളാണ്. സ്വച്ഛന്ദ ബലഗാമിനി, എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ബലമോടുകൂടി വേഗത്തോടുകൂടി സഞ്ചരിക്കുന്നവളാണ്. എന്നെ തടയാൻ ആരും ഇല്ല എന്നർത്ഥം. മേ ഭർത്താ ചിരായ ഭവ, അങ്ങ് എന്റെ ഭർത്താവായി ചിരകാലത്തേക്ക് ഭവിച്ചാലും. സീതയാ കിം കരിഷ്യസി, ഇവളെ കൊണ്ട് എന്ത് കാര്യം? ഈ സീത അടുത്തുണ്ട്, ആ സീതയെ കൊണ്ട് എന്ത് കാര്യം എന്നാ ചോദിക്കണത്. വികൃതാച വിരൂപാച നേയം സദൃശീ തവ അഹമേവാനുരൂപാത്തെ ഭാര്യാരൂപേണ പശ്യമാം. സീതയെ കുറിച്ച് പറയണ ഒന്നിനും കൊള്ളില്ല, വിരൂപയാണ് എന്നൊക്കെ. ഇയം വികൃതാച വിരൂപാച തവ സദൃശീ നച. സീതയെ ചൂണ്ടിട്ട് പറയണ ഇവൾ വിരൂപയാണ്, വികൃതയാണ്, അങ്ങയ്ക്ക് സദൃശയല്ല, അങ്ങുമായിട്ട് യാതൊരു ചേർച്ചയുമില്ല, മാച്ചില്ല എന്നാ. തേ അഹമേവ അനുരൂപ, അങ്ങേക്ക് ഞാൻ തന്നെയാണ് അനുരൂപയായിരിക്കുന്നവൾ. മാം ഭാര്യാരൂപേണ പശ്യ, എന്നെ ഭാര്യാരൂപത്തിൽ അങ്ങ് കണ്ടാലും എന്നെ വരിക്കുക. ഇമാം വിരൂപാം അസതീം കരാളാം നിർണതോദരീം അനേന സഹതേ ഭ്രാത്ര ഭക്ഷയിഷ്യാമി മാനുഷീം. വിരൂപാം അസതീം കരാളാം നിർണതോദരീം മാനുഷീം ഇമാം. സീതയെ തൊട്ടി പറയണ ഇവൾ വിരൂപയാണ്, ലക്ഷണമില്ലാത്തവളാണ്. അസതി എന്ന് പറഞ്ഞാൽ സതിയല്ലാത്തവൾ, നല്ല ആചാരമില്ലാത്തവൾ, ദുഷ്ട. അപ്പൊ ദുഷ്ടയായവളും, കരാള എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കരിയായിരിക്കുന്നവളും, നിർണതോദരി കുഴിഞ്ഞ വയറുള്ളവൾ. അല്ലെ, ഓരോരുത്തരുടെ സൗന്ദര്യ സങ്കല്പം ഓരോ മാതിരിയാണ്. ആഫ്രിക്കൻസിന് അവിടെയുള്ളവരാണ് ഏറ്റവും സുന്ദരന്മാര്, അല്ലേ? മംഗോളിയൻസിന് അവരാണ് ഏറ്റവും സുന്ദരന്മാര്. റെഡ് ഇന്ത്യൻസിന് അവരുടെ സൗന്ദര്യമാണ് വലുത്. അവിടെ നമ്മുടെ സൗന്ദര്യ സങ്കല്പം ഒന്നുമല്ല അവരുടെ സങ്കല്പം. അപ്പൊ ബ്യൂട്ടി ഈസ് ഇൻ ബിഹോൾഡേഴ്സ് ഐ എന്ന് പറയും. അപ്പൊ ശൂർപ്പണഖയെ സംബന്ധിച്ച് താനാണ് മിസ് യൂണിവേഴ്സ്. സീതയുടെ ഒന്നുമല്ല എന്നാ പറയണത്. വയറൊന്നും ഇങ്ങനെയല്ല വേണ്ടത്, ഇങ്ങനെയാ വേണ്ടത്. ഇവളുടെ വയറ് കുടം പോലെയുള്ളതാണെന്ന് പറഞ്ഞു മുമ്പേ. അപ്പോ ഈ വിരൂപയും അസതിയും കരാളയും കുഴിഞ്ഞ വയറോടുകൂടിയവളും ആയിട്ടുള്ള മനുഷ്യ സ്ത്രീ ആയിട്ടുള്ള ഇവളെ തേ ഭ്രാത്ര അനേന സഹ ഭക്ഷയിഷ്യാമി,
നിന്റെ അനുജനായിട്ടുള്ള ഇവനോടുകൂടെ ഞാൻ ഭക്ഷിക്കും. അപ്പൊ സീതയെയും ലക്ഷ്മണനെയും ഞാൻ ഭക്ഷിക്കാൻ പോവുകയാണ്. തതഃ പർവ്വത ശൃംഗാണി വനാനി വിവിധാനി ച പശ്യൻ സഹ മയാ കാമി ദണ്ഡകാൻ വിചരിഷ്യസി. തതഃ പർവ്വത ശൃംഗാണി വിവിധാനി വനാനി മയാ സഹ പശ്യൻ ദണ്ഡകാൻ കാമി വിചരിഷ്യസി. അപ്പൊ അത് കഴിഞ്ഞാ വേറൊരു ബന്ധമില്ലല്ലോ നമുക്ക്, നമ്മൾ രണ്ടാളും മാത്രം. അനന്തരം പർവ്വത ശൃംഗങ്ങളിലും വിവിധങ്ങളായ വനങ്ങളിലും മയാ സഹ പശ്യൻ, എന്നോടുകൂടെ അതെല്ലാം കണ്ടുകൊണ്ട് ദണ്ഡകാൻ, ഈ ദണ്ഡക വനങ്ങളിലെല്ലാം കാമീ വിചരിഷ്യസി, അങ്ങേക്ക് ഇഷ്ടം പോലെ യഥാകാമം സ്ത്രീലോലനായി എന്നോടുകൂടെ രമിച്ചുകൊണ്ട് സന്തോഷമായി നമുക്ക് സഞ്ചരിക്കാം. ഇത്യേവ മുക്ത്വാ കാകുൽസ്ഥം പ്രഹസ്യ മതിരേക്ഷണ ദേവി ലക്ഷ്മണ മധ്യേതു ബഭൂവാവസ്ഥിതാ പുനഃ. മതിരേക്ഷണ, മതിരേക്ഷണ എന്ന് പറഞ്ഞാൽ മദ്യപാനം ചെയ്ത് കണ്ണിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നവൾ. അപ്പൊ കണ്ണുകൾ കലങ്ങിയവളും കറങ്ങിക്കൊണ്ടിരിക്കുന്നവളുമായിട്ടുള്ളവൾ കാകുൽസ്ഥം ഇതിയേവ മുക്ത്വ, ആ രാമനോട് ഇപ്രകാരം പറഞ്ഞ് ദേവി ലക്ഷ്മണ മധ്യേ പുനഃ തു പ്രസഹ്യ അവസ്ഥിത ബഭൂവ, ആ സീതാദേവിയുടെയും ലക്ഷ്മണന്റെയും മധ്യത്തിൽ വീണ്ടും വീണ്ടും ചിരിച്ചുകൊണ്ട്, പൊട്ടിച്ചിരിച്ചുകൊണ്ട്, അട്ടഹസിച്ചുകൊണ്ട് എന്നൊക്കെ പറയാം, അവരുടെ നടുവിൽ ചെന്ന് നിന്നു. എന്തിനാ? അവരെ രണ്ടുപേരെയും ഭക്ഷിക്കാനുള്ള ഉദ്ദേശത്തോടെ. സംപ്രഹാസ നിമിത്തം തൂ രാമഃ ശൂർപ്പണഖാം തതഃ ഇദം വചനമാരേഭേ വക്തും വാക്യവിശാരദഃ. തതഃ വാക്യവിശാരദഃ രാമഃ, നന്നായി സംസാരിക്കാൻ കഴിവുള്ളവനായ രാമൻ, വാക്സാമർത്ഥ്യമുള്ള രാമൻ, സംപ്രഹാസ നിമിത്തം തൂ ഇദം വചനം ശൂർപ്പണഖാം വക്തുമാരേഭേ. സംപ്രഹാസ നിമിത്തം, അല്പം കളിയാക്കുന്ന രീതിയിൽ, പരിഹസിക്കുന്ന രീതിയിലുള്ളതായിട്ടുള്ള ഈ വാക്കുകളെ ശൂർപ്പണഖയോട് പറയുവാൻ ആരംഭിച്ചു. കാരണം ശൂർപ്പണഖ ഇങ്ങോട്ട് പറഞ്ഞത് അതിനേക്കാളും അല്ലേ, ഞാനാണ് ലോകത്തിലേക്ക് വെച്ച് സുന്ദരി, സീത വിരൂപയാണ് എന്നൊക്കെ സ്വന്തം ഭാര്യയെ പറഞ്ഞാൽ ആരെങ്കിലും സഹിക്കൂ? അപ്പൊ തിരി ഒന്ന് അങ്ങോട്ട് തിരിച്ചു കൊടുക്കാനായിട്ട് രാമൻ തീരുമാനിച്ചു. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകിയെ ആദികാവ്യേ ആരണ്യകാണ്ഡേ സപ്തദശ സർഗഃ. 17-ാം സർഗം പൂർണ്ണം. അത് 18 സർഗഃ, 18-ാം സർഗം. താം തു ശൂർപ്പണഖാം രാമഃ കാമപാശാവപാശിതാം സ്വച്ഛയാ ശ്ലക്ഷ്ണയാ വാചാ സ്മിതപൂർവം അദാബ്രവീത്. ആ രാമൻ കാമപാശ അവപാശിതാം താം ശൂർപ്പണഖാം, കാമപാശത്താൽ നല്ലതുപോലെ ബദ്ധയായിരിക്കുന്ന ആ ശൂർപ്പണഖയോട് സ്വച്ഛയാ ശ്ലക്ഷ്ണയാ വാച, വളരെ സ്വച്ഛം അഥവാ സ്പഷ്ടമായിരിക്കുന്നതും മൃദുവായതും വളരെ മനോഹരമായിട്ടുള്ള വാക്കുകളെ കൊണ്ട് സ്മിതപൂർവം അബ്രവീത്, ചിരിച്ചുകൊണ്ട്, പുഞ്ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. കൃതദാരോസ്മി ഭവതി ഭാര്യേയം ദയിതാ മമ ത്വദ്വിധാനാം തു നാരീണാം സുദുഃഖാ സസപത്നതാ. ഭവതി, അല്ലയോ അമ്മേ എന്നുള്ള അർത്ഥത്തില് ഭവതി അസ്മി കൃതദാരഃ അസ്മി, ഞാൻ ദാരങ്ങളെ ചെയ്തവനാകും. ദാരമെന്നാൽ പത്നി. അപ്പൊ ഞാൻ വിവാഹം കഴിച്ചവനാകുന്നു, ഭാര്യയെ സ്വീകരിച്ചവനാകുന്നു. യം ഭാര്യാ മമ ദയിത, ഇവൾ എന്റെ ഭാര്യയാണ്, എനിക്ക് പ്രിയപ്പെട്ടവളാണ്. ത്വദ്വിധാനാം നാരീണാം തു സസപത്നത സുദുഃഖ, നിന്നെ പോലെയുള്ളതായിട്ടുള്ള സ്ത്രീകൾക്ക് ആ സാപത്ന്യം എന്നുള്ളത് ദുഃഖത്തെ നൽകുന്നതാണ്. സസപത്നത എന്നുള്ള സപത്നതയോടുകൂടിയ ഭാവം. എന്താ സപത്നത? ഒരു ഭർത്താവിന് മറ്റനേകം ഭാര്യമാരുണ്ടെങ്കിൽ അതിനാണ് സപത്നിമാരെന്ന് പറയുക. അപ്പൊ അവർ തമ്മിൽ ഒരിക്കലും യോജിക്കുകയില്ല, അവർ തമ്മിൽ മത്സരമായിരിക്കും, ദുഃഖമായിരിക്കും. അത് കാരണം ഓരോരുത്തർക്കും. അപ്പോ ഒരു സ്ത്രീയും തന്റെ ഭർത്താവിന് മറ്റൊരു ഭാര്യ കൂടെ വെച്ചിരിക്കാൻ ഇഷ്ടമാവുകയില്ല, സമ്മതിക്കില്ല, ദുഃഖമാണ്. അപ്പോ നിന്നെ പോലെയുള്ളവർക്കൊന്നും അത് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് നീ വേറെ ആരെങ്കിലും നോക്കിക്കോളൂ. നിനക്ക് ഓൾറെഡി ഇവള് ഒരു സപത്നിയായിട്ട്, സീതയെ ഞാൻ വിവാഹം കഴിച്ചു കഴിഞ്ഞു, നീ ഉപേക്ഷിക്കാനൊന്നും പറ്റില്ല. അപ്പൊ സാപത്ന്യം വേണ്ട എന്നർത്ഥം. അനുജസ്ത്വേഷമേ ഭ്രാത
ശീലവാൻ പ്രിയദർശനഃ ശ്രീമാൻ അകൃതദാരശ്ച ലക്ഷ്മണോ നാമ വീര്യവാൻ. മേ അനുജഃ ഭ്രാതാ ലക്ഷ്മണഃ നാമ യേഷഃ. ശീലവാൻ, ഈ നിൽക്കുന്നത് എന്റെ അനുജനായ സഹോദരനാണ്. ലക്ഷ്മണൻ എന്ന പേര്. വളരെ നല്ല സ്വഭാവമാണ്, ശീലവാനാണ്. പ്രിയദർശനഃ, ആളെ കാണാൻ കണ്ടില്ലേ, നല്ല സുന്ദരനാണ്. വീര്യവാൻ, നല്ല ബലശാലിയാണ്. ശ്രീമാൻ, എല്ലാ ശ്രീയും ഐശ്വര്യവും തികഞ്ഞവൻ, ഭാഗ്യവാനാണ്. അകൃതദാരഃ ച, അവൻ ദാരത്തെ ചെയ്തിട്ടില്ല, എന്നുവെച്ചാൽ ഭാര്യയെ സ്വീകരിച്ചിട്ടില്ല. രാമൻ തമാശ പറയണം കേട്ടോ, ഇവിടെ ഭാര്യയില്ല അല്ലേ, അത്രയേ ഉള്ളൂ അതിന്റെ അർത്ഥം. അപൂർവീ ഭാര്യയാചാർത്ഥി തരുണഃ പ്രിയദർശനഃ അനുരൂപസ്തേ ഭർത്താരൂപസ്യാസ്യ ഭവിഷ്യതി. ഇപ്പൊ അവൻ തരുണനാണ്, യൗവനയുക്തനാണ്. അപൂർവീ ഭാര്യയാ അർത്ഥി, ഇപ്പൊ ഇവൻ കുറെ കാലമായിട്ട് ഭാര്യാസുഖം അർത്ഥിക്കുന്നവനാണ്. ഇവന്റെ കൂടെ ഭാര്യ ഇല്ലാത്തത് കൊണ്ട്. പ്രിയദർശനഃ, അതിസുന്ദരനാണിവൻ. അസ്യ രൂപസ്യ അനുരൂപഃ ച തേ ഭർത്താ ഭവിഷ്യതി, നിന്റെ രൂപത്തിന് യോജിച്ചതായിട്ടുള്ള ഭർത്താവായി ഭവിക്കും എന്നർത്ഥം. ഏനം ഭജ വിശാലാക്ഷി ഭർത്താരം ഭ്രാതരം മമ അസപത്നാവരാരോഹേ മേരും അർക്കപ്രഭായത. ഇപ്പൊ മുമ്പേ പറഞ്ഞ ശ്ലോകത്തിലൊക്കെ അതിന് വേറൊരു രീതിയിലും വ്യാഖ്യാനിക്കാം. എന്താണ്, ഈ സംസ്കൃത ശ്ലോകങ്ങളുടെ വാക്കുകളുടെയൊക്കെ അർത്ഥം പല രീതിയിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെ പറഞ്ഞാല് തേ ഭർത്ത എന്ന് പറയുന്നതിന് ഇടയിലൊരു പ്രശ്ലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ തേ അഭർത്താമായി, നിനക്ക് ഭർത്താവാകാൻ യോഗ്യനല്ല എന്നും, അതുപോലെ തന്നെ നിന്നെ ശിക്ഷിക്കാനായിട്ടുള്ള ശക്തിയുള്ളവനാണ് എന്ന് അവന്റെ ശക്തിയെക്കുറിച്ച് പറഞ്ഞപ്പോ സൂചന. നിന്നെ ശിക്ഷിക്കാൻ ശക്തനായിട്ടുള്ള, നിനക്ക് ഭർത്താവാകാൻ യോഗ്യനല്ലാത്ത എന്നൊക്കെ അർത്ഥത്തിലും അതിനെ വ്യാഖ്യാനിക്കാം എന്നർത്ഥം. അപ്പൊ അങ്ങനെയുള്ള പദങ്ങളെ കൊണ്ട് ഡബിൾ മീനിങ്ങോട് കൂടിയിട്ടാണ് രാമൻ സംസാരിക്കുന്നത് എന്ന് പറയും. അപ്പൊ രാമൻ സംസാരിക്കുന്നതിനെ ഒരു തരത്തിലെടുത്താൽ രാമൻ സത്യമേ പറഞ്ഞിട്ടുള്ളൂ, മറ്റൊരു തരത്തിൽ കേൾക്കുന്നവർക്ക് തോന്നും ശൂർപ്പണഖയെ കളിയാക്കുകയാണ് എന്ന്, അല്ലേ? അങ്ങനെ രണ്ട് അർത്ഥത്തോടു കൂടിയാ പറയണത്. ഏനം ഭജ വിശാലാക്ഷി ഭർത്താരം ഭ്രാതരം മമ അസപത്നാവരാരോഹേ മേരും അർക്കപ്രഭായത. ഹേ വിശാലാക്ഷി, വലിയ കണ്ണുകളോടുകൂടിയവളെ, വരാരോഹേ സുന്ദരി, മമ ഭ്രാതരം ഏനം ഭജ ഭർത്താരം ഭജ, എന്റെ സഹോദരനായി ഇവനെ നീ ഭർത്താവായി ഭജിച്ചോളൂ, വരിച്ചോളൂ. അപ്പൊ നീ എന്താവും? അസപത്ന, സപത്നികൾ ഇല്ലാത്ത, യാതൊരു വിഷമവുമില്ലാതെ നിനക്ക് ആ ലക്ഷ്മണന്റെ ഏക ഭാര്യയായിട്ട് സുഖമായിട്ടിരിക്കാം. ഏതുപോലെ? അർക്കപ്രഭ മേരും യഥ, സൂര്യരശ്മി, സൂര്യന്റെ പ്രകാശം മേരുപർവ്വതത്തെ പ്രാപിക്കുന്നത് പോലെ. അപ്പൊ ഇവിടെ മേരുപർവ്വതവും സൂര്യപ്രഭയും കൂടി ചേരുമ്പോ മനോഹരമായിട്ടുള്ളൊരു ദൃശ്യമാണ് ആ ഒരു യോജിപ്പ്. മേരു എന്ന് പറഞ്ഞാൽ സ്വർണ്ണ പർവ്വതമാണ്, കൈലാസ പർവ്വതമാണ്. അതിൽ സൂര്യരശ്മികൾ പതിച്ചാൽ സ്വർണ്ണവർണ്ണമാണ്. അപ്പൊ അതുപോലെ ഇരിക്കും നിങ്ങൾ തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ. ലക്ഷ്മണനെ മേരുപർവ്വതത്തോട് ഉപമിച്ച് ശൂർപ്പണഖയെ, ലക്ഷ്മണനെ സൂര്യപ്രഭയോട് ഉപമിച്ച് ഇവളെ മേരുപർവ്വതത്തോട് ഉപമിച്ചിരിക്കാന്ന് വിചാരിക്കാം. ഇതി രാമേണ സാ പ്രോക്ത രാക്ഷസീ കാമമോഹിത വിസൃജ്യ രാമം സഹസ തതോ ലക്ഷ്മണമബ്രവീത്. രാമേണ ഇതി പ്രോക്ത, രാമനാൽ ഇങ്ങനെ പറയപ്പെട്ടപ്പോൾ, കാമമോഹിത സാ രാക്ഷസി, പരവശയായിട്ടുള്ള രാക്ഷസി, രാമം സഹസാ വിസൃജ്യ, രാമനെ ഉടനെ ഉപേക്ഷിച്ചു. തതഃ ലക്ഷ്മണമബ്രവീത്, അനന്തരം ലക്ഷ്മണനെ നോക്കി പറഞ്ഞു, അസ്യ രൂപസ്യ തേ യുക്ത ഭാര്യാഹം വരവർണിനി മയാ സഹ സുഖം സർവാൻ ദണ്ഡകാൻ വിചരിഷ്യസി. തേ അസ്യ രൂപസ്യ യുക്ത വരവർണിനി അഹം ഭാര്യ, അങ്ങയുടെ സൗന്ദര്യത്തിന് യുക്തയായിട്ടുള്ള അതിമനോഹരിയായിട്ടുള്ള ഭാര്യയാകുന്നു ഞാൻ, സൗന്ദര്യവതിയായ ഭാര്യയാകുന്നു ഞാൻ. മയാ സഹ ദണ്ഡകാൻ സർവാൻ സുഖം വിചരിഷ്യസി, എന്നോടുകൂടി ഈ ദണ്ഡകാരണ്യത്തിൽ മുഴുവൻ അങ്ങയ്ക്ക് സുഖമായി വിചരിക്കാം.
നമുക്ക് രണ്ടുപേർക്കും കൂടി ഈ ദണ്ഡകാരണ്യത്തിൽ സഞ്ചരിക്കാം. ഏവമുക്തസ്തു സൗമിത്രി രാക്ഷസ്യ വാക്യകോവിദഃ തദശൂർപ്പണകാം സ്മിത്വാ ലക്ഷ്മണോ വാക്യമബ്രവീത്. രാക്ഷസ്യ ഏവം മുക്തഃ വാക്യകോവിദഃ സൗമിത്രി ലക്ഷ്മണഃ. ആ രാക്ഷസിയാൽ ഇപ്രകാരം പറയപ്പെട്ട നന്നായി സംസാരിക്കാൻ കഴിവുള്ള ലക്ഷ്മണൻ ശൂർപ്പണകാം സ്മിത്വാ, ശൂർപ്പണകയെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് തദഹ വാക്യമബ്രവീത്, ഇങ്ങനെയുള്ള വാക്കിനെ പറഞ്ഞു. കഥം ദാസസ്യ മേ ദാസി ഭാര്യാ ഭവിതുമിച്ഛസി സോഹമാര്യേണ പരവാൻ ഭ്രാത്രാ കമലവർണ്ണിനി. ഹേ കമലവർണ്ണിനി, നല്ല ചെന്താമരയുടെ വർണ്ണമുള്ളവളെ, ചെമ്പു നിറമാണ് അവൾക്ക്, അപ്പൊ ചെമ്പു നിറമാണെന്നവളെ എന്നർത്ഥം. ദാസസ്യമേ ഭാര്യ ദാസി ഭവിതും കഥം ഇച്ഛസി, ഞാനിവിടെ ദാസൻ മാത്രമാണ്, രാമന്റെ ദാസൻ മാത്രമാണ് ഞാൻ. അങ്ങനെയുള്ള എന്റെ ഭാര്യയായിട്ട് നീ പറ്റില്ല, നിന്നെ കൊണ്ടാവില്ല അങ്ങനെ ആവാൻ. അല്ലേ, ദാസ്യവൃത്തി എന്നുള്ളത് നിന്നെ പോലെ ഒരു ശ്രേഷ്ഠയായിട്ടുള്ള ഒരാൾക്ക് പറ്റിയ പണിയല്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും ദാസനാണ്, നീ എന്റെ ഭാര്യയാവാൻ ആഗ്രഹിക്കണ്ട. സഹ അഹം ആര്യേണ ഭ്രാത്ര പരവാൻ, വാസ്തവത്തിൽ എനിക്ക് യാതൊരു സ്വാതന്ത്ര്യവുമില്ല. ജ്യേഷ്ഠനായ ഭ്രാതാവിനോട് പരവാനാണ്. പരവാൻ എന്ന് പറഞ്ഞാല് ഞാൻ പരവശനാണ്, അസ്വതന്ത്രനാണ് എന്നർത്ഥം. അദ്ദേഹമാണ് എന്റെ സ്വാമി, ഞാൻ അദ്ദേഹത്തിന്റെ ഭൃത്യൻ. സമൃദ്ധാർത്ഥസ്യ സിദ്ധാർത്ഥ മുദിതാ കാമരൂപിണി ആര്യസ്യത്വം വിശാലാക്ഷി ഭാര്യാ ഭവയവീയസി. ഹേ വിശാലാക്ഷി സുന്ദരി, സമൃദ്ധാർത്ഥസ്യ ആര്യസ്യ കാമരൂപിണി ത്വം മുദിതാ യവീയസി ഭാര്യ സിദ്ധാർത്ഥ ഭവ. എല്ലാ സമൃദ്ധമായ അർത്ഥത്തോടുകൂടിയവൻ സമ്പൂർണനായ രാമൻ, എല്ലാ സൗഭാഗ്യങ്ങളോടും ചേർന്നവനായ ജ്യേഷ്ഠനായ രാമന്റെ കാമരൂപിണി, നീ സുന്ദരിയാണ്, ഇഷ്ടം പോലെ രൂപം ധരിക്കാൻ കഴിവുള്ളവളാണ്. അങ്ങനെയുള്ള നീ മുദിത സന്തോഷത്തോടെ യവീയസി ഭാര്യ, അദ്ദേഹത്തിന്റെ ചെറിയ ഭാര്യയായിട്ട്, അനുജത്തിയായിട്ട്, അഥവാ സീതയുടെ താഴെയുള്ള ഭാര്യയായിട്ട് സിദ്ധാർത്ഥാഭവ, നിന്റെ അർത്ഥങ്ങളെല്ലാം സിദ്ധിച്ചവളായി, കാര്യം സാധിച്ചവളായി, സന്തുഷ്ടയായി ഭവിച്ചാലും. ഏനാം വിരൂപാം അസതീം കരാളാം നിർണതോദരീം ഭാര്യാം വൃദ്ധാം പരിത്യജ്യ ത്വാമേവൈഷഭജിഷ്യതി. ലക്ഷ്മണനും ഒരു ചെറിയ കളിയാക്കൽ തന്നെയാണ്. എന്താണ്? ഏഷഃ, ഈ രാമൻ, വിരൂപാം അസതീം കരാളാം നിർണതോദരീം വൃദ്ധാം ഏനാം പരിത്യജ്യ, ഇവള് സീതയെക്കുറിച്ച് ഏതൊക്കെ വാക്ക് പറഞ്ഞുവോ ശൂർപ്പണഖ പറഞ്ഞ അതേ വാക്കുകളെ ലക്ഷ്മണൻ ആവർത്തിച്ചുകൊണ്ട് വിരൂപയും അസതിയും കരാളയും കുഴിഞ്ഞ വയറോടുകൂടിയവളും വൃദ്ധയുമായിട്ടുള്ള ഇവളെ ഉപേക്ഷിച്ച് ത്വാമേവ ഭാര്യാം ഭജിഷ്യതി, നിന്നെ തന്നെ ഭാര്യയായിട്ട് സ്വീകരിച്ചോളും. ലക്ഷ്മണൻ അറിയാത്തതാണോ സീതയുടെ സൗന്ദര്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മാഹാത്മ്യത്തെക്കുറിച്ചോ? അപ്പോ എന്താണോ ഇവള് പറഞ്ഞത് അതേ വാക്കുകളെ പറഞ്ഞുകൊണ്ട് തിരിച്ചു പറയുകയാണ്. കോഹി രൂപമിതം ശ്രേഷ്ഠം സന്ത്യജ്യ വരവർണ്ണിനി മനുഷീഷു വരാരോഹേ കുര്യാദ്ഭാവം വിചക്ഷണഃ. വിചക്ഷണഃ കഹ ഹി ഇതം ശ്രേഷ്ഠം രൂപം സന്ത്യജ്യ, വിവരമുള്ളതായിട്ടുള്ള വിചക്ഷണൻ എന്ന് പറഞ്ഞാൽ നല്ല കാണാൻ കഴിവുള്ളവൻ, എല്ലാം വിചാരം ചെയ്യാൻ കഴിവുള്ളവൻ. അങ്ങനെയുള്ള ആരെങ്കിലും, അറിവുള്ള ആരെങ്കിലും ഈ സുന്ദരമായ രൂപത്തെ ഉപേക്ഷിച്ചിട്ട് ഹേ വരവർണ്ണിനി സുന്ദരി വരാരോഹേ മാനുഷീഷു ഭാവം കുര്യാത്, ഇതുപോലെയുള്ള മനുഷ്യ സ്ത്രീകളിൽ സ്നേഹത്തെ ചെയ്യുമോ? അപ്പൊ നീ തന്നെയാണ് രാമന്റെ സ്നേഹത്തിന് അർഹയായിട്ടുള്ളവൾ, സുന്ദരിയായിട്ടുള്ളവൾ. ഇതി സാ ലക്ഷ്മണേനോക്ത കരാളാ നിർണതോദരി മന്യതേ തദ്വജസ്തഥ്യം പരിഹാസാ വിചക്ഷണ.
കേൾക്കാലോ അല്ലേ? നല്ല കാറ്റും മഴയും. ഈ കോട്ടയ്ക്കകത്തായിട്ട് ഇത്രയും അല്ലേ കാറ്റ്, പുറത്താണെങ്കിലോ. അപ്പോൾ ലക്ഷ്മണൻ ഇങ്ങനെ പരിഹാസോക്തിയാണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാത്തവൾ, പരിഹാസ അവിചക്ഷണ, പരിഹാസാവിചക്ഷണ എന്ന് പറഞ്ഞാൽ പരിഹാസത്തിൽ അവിചക്ഷണയായവൾ, വിചക്ഷണയല്ലാത്തവൾ, വിദ്വത് എന്താ പറയുക, വലിയ അറിവില്ലാത്തവൾ. അങ്ങനെ കരാളയും നിർണതോദരിയും ആയിട്ടുള്ള അവൾ എന്ന് വെച്ചാൽ ഭയങ്കരിയായിട്ടുള്ള ശൂർപ്പണഖ ഇങ്ങനെ ലക്ഷ്മണനെ ഉക്ത, ലക്ഷ്മണനാൽ പറയപ്പെട്ടത് കേട്ട് തദ്വചഃ സത്യം മന്യത, ആ രാമന്റെ വാക്ക് ലക്ഷ്മണന്റെ വാക്ക് തഥ്യം എന്ന് പറഞ്ഞാൽ യഥാർത്ഥം, തഥാഭവം ഇതി തഥ്യം, യാഥാർത്ഥ്യം എന്ന് വിചാരിച്ചു എന്ന. സാ രാമം പർണശാലായാം ഉപവിഷ്ടം പരന്തപം സീതയാ സഹ ദുർദർശം അബ്രവീത് കാമമോഹിത. ആ കാമമോഹിതയായ അവൾ ദുർദർശം പരന്തപം പർണശാലായാം സീതയാ സഹ ഉപവിഷ്ടം രാമം അബ്രവീത്. വാസ്തവത്തിൽ ആരാലും ദർശിക്കാൻ അഥവാ ജയിക്കാൻ കീഴ്പ്പെടുത്താൻ കഴിയാത്തവനും ശത്രുക്കളെ മുഴുവൻ തപിപ്പിക്കുന്നവനുമായി ഇപ്പോൾ പർണശാലയിൽ സീതയോടുകൂടി ഇരിക്കുന്നവനായ രാമനെ നോക്കി അബ്രവീത് ഇപ്രകാരം പറഞ്ഞു. ഇമാം വിരൂപാം അസതീം കരാളാം നിർണതോദരീം വൃദ്ധാം ഭാര്യാം അവഷ്ടഭ്യ മാം ത്വം ന ബഹുമന്യസേ. വിരൂപയും ദുഷ്ടയും കരാളയുമായിരിക്കുന്ന കുഴിഞ്ഞ വയറുള്ളവളായിട്ടുള്ള ഈ വൃദ്ധയായിട്ടുള്ള ഇവളെ അങ്ങ് ഭാര്യയായിട്ട് കൈക്കൊണ്ട് എന്നെ ഗണിക്കാതിരിക്കുകയാണ്. മാം ന ബഹുമന്യസേ, ഈ സീത കാരണമാണിപ്പോൾ എന്നെ ബഹുമാനിക്കാതിരിക്കുന്നത്. ഈ കിളവിയെ തന്നെ മതിയോ അങ്ങേക്ക് എന്നുള്ള മട്ടില് വൃദ്ധയും ഒക്കെ ആയിട്ട് പറയുന്നു. ഇപ്പൊ ഇവിടെ നിർണതോദരി എന്നുള്ള വാക്യം രണ്ടുപേർക്കും ചേരും. സീതയ്ക്കും പറഞ്ഞിട്ടുണ്ട്, ശൂർപ്പണഖയ്ക്കും നിർണതോദരി എന്നുണ്ട്. എന്താ നിർണതം, നിതരാം നതം, നല്ലതുപോലെ വളഞ്ഞത് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഒന്ന് അകത്തോട്ട് വളഞ്ഞത്, ഒന്ന് പുറത്തോട്ട് വളഞ്ഞത് എന്നുള്ളത്. രണ്ടുപേരെയും ഒരേ പദങ്ങളെ കൊണ്ട് വിശേഷിപ്പിച്ചിട്ടുണ്ട്. നിർണതോദരി, നന്നായി വളഞ്ഞ വയറോട് കൂടിയവൾ. അപ്പോൾ സീതയ്ക്ക് അന്തർഭാഗത്തേക്ക് കോൺകേവ് ആണ്, മറ്റത് കോൺവെക്സ് ആണ് അല്ലേ, രണ്ട് വ്യത്യാസമേ ഉള്ളൂ. അദ്യേ മാം ഭക്ഷയിഷ്യാമി പശ്യതസ്തവ മാനുഷീം ത്വയാ സഹ ചരിഷ്യാമി നിസ്സപത്നാ യഥാ സുഖം. അദ്യ മാനുഷീം ഇമാം തവ പശ്യതഃ ഭക്ഷയിഷ്യാമി. ഈ മനുഷ്യ സ്ത്രീയായ ഇവളെ ഞാൻ അങ്ങ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തിന്നും. സീതയെക്കുറിച്ച് ഭക്ഷിക്കാൻ പോവുകയാണ്. നിസ്സപത്നാ ത്വയാ സഹ യഥാ സുഖം ചരിഷ്യാമി. അങ്ങനെ ഇവളെ തിന്നു കഴിഞ്ഞാലോ എനിക്ക് പിന്നെ സപത്നികളില്ല അല്ലെ, മത്സരിക്കാൻ ഭാര്യമാരില്ല, വേറെ ശത്രുക്കളില്ല. സപത്ന ശബ്ദത്തിന് ശത്രു എന്നാണ് അർത്ഥം. ഒരാൾക്ക് തന്നെ രണ്ട് ഭാര്യമാർ വന്നാൽ പരസ്പരം ശത്രുത ഉറപ്പ് എന്നർത്ഥമാണ്. അപ്പോ ഞാൻ നിസ്സപത്നയായി എന്ന് വെച്ചാൽ എന്നോട് മത്സരിക്കാൻ മറ്റൊരുവളില്ലാതെ അങ്ങയോടുകൂടി യഥാസുഖം ചരിഷ്യാമി, നല്ല സന്തോഷമായിട്ട് സഞ്ചരിക്കും. ഇത്യുക്ത്വാ മൃഗശാപാക്ഷീം അലാത സദൃശേക്ഷണ അഭ്യധാവത് സുസംക്രുദ്ധ മഹോൽക്കാരോഹിണീമിവ. അലാത സദൃശേക്ഷണ, അലാതം എന്ന് പറഞ്ഞാൽ തീക്കൊള്ളി, ഇപ്പൊ അഗ്നിജ്വാല എന്നൊക്കെ അർത്ഥമാണ്. അപ്പൊ തീക്കൊള്ളി പോലെ ജ്വലിക്കുന്ന കണ്ണുകളോടുകൂടി ആ ശൂർപ്പണഖ ഇത് യുക്ത ഇങ്ങനെ പറഞ്ഞ് മൃഗശാപാക്ഷി, ദേവിയെ സീതയെ കുറിച്ച് പറയണു. മൃഗശാപാക്ഷി, മൃഗശാപം എന്ന് പറഞ്ഞാല് ശാപം ബകാരം, ബാലന്റെ ബ. അപ്പൊ മൃഗശാപം എന്ന് പറഞ്ഞാൽ മാൻകുട്ടി എന്നാണ് അർത്ഥം. മാൻകുട്ടിയെ പോലെ കണ്ണുള്ളവൾ എന്ന് പറഞ്ഞാലോ, മാൻകുട്ടികൾ എപ്പോഴും പേടിച്ച് എപ്പോഴും കണ്ണിങ്ങനെ വെട്ടിച്ചുകൊണ്ടേയിരിക്കും, നോക്കിക്കൊണ്ടേയിരിക്കും. വളരെ സുന്ദരമായ കണ്ണുകളുമാണ് മാനിന്റെ കണ്ണ്.
അപ്പൊ അതുപോലെ ഇപ്പൊ എന്താ സംഭവിക്കാൻ പോകണമെന്ന് സീത ആകെ ഒരു മാൻകുട്ടിയെ പോലെ പരവശയായി അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള സുന്ദരിയായ മൃഗശാപാക്ഷിയായ സീതയുടെ നേരെ സുസംക്രുദ്ധ ക്രോധിച്ചുകൊണ്ട് രോഹിണി മഹോൽക്കായിവാഭ്യതാവത്, രോഹിണി നക്ഷത്രത്തിന്റെ നേരെ ഒരു വലിയ ഉൽക്ക, ഒരു എന്താ പറയുക വാൽനക്ഷത്രം കൊള്ളിമീൻ എന്നൊക്കെ പറയില്ലേ, അത് ചെന്ന് പതിക്കും പോലെ ധൂമകേതു വന്ന് രോഹിണി നക്ഷത്രത്തെ ആക്രമിക്കാൻ വരുന്നത് പോലെ ഈ സീതയെ ആക്രമിക്കാനായിക്കൊണ്ട് ശൂർപ്പണഖ വരികയാണ്. അപ്പൊ ഉൽക്കയായിട്ട് ശൂർപ്പണഖയെയും രോഹിണിയായിട്ട് സീതയെയും ഉപമിച്ചിരിക്കുകയാണ്. താം മൃത്യുപാശപ്രതിമാം ആപതന്തീം മഹാബലഃ നിഗൃഹ്യ രാമകുപിതഃ തതോ ലക്ഷ്മണമബ്രവീത്. മഹാബലഃ രാമഃ, ശക്തനായ രാമൻ, മൃത്യുപാശപ്രതിമാം ആപതന്തീം താം, ഒരു കാലന്റെ പാശത്തെ പോലെ വരുന്നവളായ അവളെ, കാലപാശത്തിന് ആർക്കും തടുക്കാൻ പറ്റില്ല അല്ലേ, തടുക്കാൻ പറ്റാത്തതാണ് കാലന്റെ പാശം. അതുപോലെ പാഞ്ഞു വരുന്ന മരണത്തെ പോലെ വന്ന് വീഴുന്നതായിട്ടുള്ള അവളെ കുപിതഃ, രാമൻ കോപിച്ച്, നിഗൃഹ്യ തടഞ്ഞിട്ട്, തതഃ ലക്ഷ്മണമബ്രവീത്, പിന്നീട് ലക്ഷ്മണനോട് ഇങ്ങനെ പറഞ്ഞു, ക്രൂരൈരനാര്യൈ സൗമിത്രേ പരിഹാസഃ കഥഞ്ചന ന കാര്യഃ പശ്യ വൈദേഹീം കഥഞ്ചിത് സൗമ്യ ജീവതീം. ഹേ സൗമ്യ, സൗമിത്രേ, അല്ലയോ ലക്ഷ്മണ, ക്രൂരൈഹി അനാര്യൈഹി പരിഹാസഃ കഥഞ്ചന ന കാര്യഃ. രണ്ടുപേരും അല്പം പരിഹസിച്ചു, കളിയാക്കിയാരെ ശൂർപ്പണഖയെ. അപ്പൊ അതിന് പാഠം പഠിച്ച പാഠമാണ് ഇപ്പോൾ രാമൻ ലക്ഷ്മണനോട് പറയുന്നത്. ഇതുപോലെയുള്ള ക്രൂരന്മാരോടും മര്യാദയില്ലാത്തവരോടൊന്നും ഒരു തമാശയും പറഞ്ഞു പോകരുത്. നമുക്കും അനുഭവം ഉണ്ടാവില്ലേ, നമ്മൾ തമാശ പറഞ്ഞാൽ ചില ക്രൂരന്മാര് ഏത് രീതിയിലാണ് അതിന് പ്രതികരിക്കുക എന്ന് പറയാൻ പറ്റില്ല. ആളെ നോക്കിയിട്ട് വേണം തമാശയൊക്കെ പറയാൻ. അതുകൊണ്ട് അവള് മുമ്പേ തമാശ പറഞ്ഞു, അതിന് നമ്മളും തമാശ പറഞ്ഞു. പക്ഷെ അവള് തമാശയെ കാര്യമാക്കിയിട്ടോ, അതാണ് ഇപ്പൊ സംഭവിച്ചത്. അതുകൊണ്ട് ക്രൂരന്മാരും അനാര്യന്മാരെന്ന് പറഞ്ഞാൽ ദുഷ്ടന്മാരെന്നർത്ഥം. ദുഷ്ടന്മാരോടും പരിഹാസ ഭാഷ ഒരു പ്രകാരത്തിലും പാടുള്ളതല്ല. കഥഞ്ചിത് വൈദേഹിയും ജീവതിയും പശ്യ, എങ്ങനെയെങ്കിലും ഒന്ന് വൈദേഹിയെ ജീവിച്ചിരിക്കുന്നവളായി നോക്ക്, ഒന്ന് രക്ഷിക്കുക എന്ന് പറയണം. വൈദേഹിയെ രക്ഷിക്കുക എന്ന് ലക്ഷ്മണനോട് പറയണം. ഇമാം വിരൂപാം അസതീം അതിമത്താം മഹോദരീം രാക്ഷസീം പുരുഷവ്യാഗ്ര വിരൂപയിതുമർഹസീം. രാമൻ ലക്ഷ്മണനോട് പറയണം, ഹേ പുരുഷവ്യാഗ്ര, പുരുഷോത്തമ, വിരൂപാം അസതീം അതിമത്താം, വിരൂപയായിരിക്കുന്നവളും എന്താ പറയുക ദുഷ്ടപ്രവൃത്തിയോടുകൂടിയവളും കാമം കൊണ്ട് മതം ബാധിച്ചവളും മഹോദരീം പെരുവയറുള്ളവളുമായിട്ടുള്ള ഇമാം രാക്ഷസീം, ഈ രാക്ഷസ സ്ത്രീയെ വിരൂപയിതുമർഹസി, ഇവൾക്ക് എന്തെങ്കിലും അംഗഭംഗം വരുത്തി വിരൂപയാക്കുകയാണ് വേണ്ടത്. ഇത്യുക്തോ ലക്ഷ്മണസ്തസ്യാഹ ക്രുദ്ധോ രാമസ്യ പശ്യതഃ ഉദ്ധൃത്യ ഖഡ്ഗം ചിച്ഛേദ കർണനാസം മഹാബലഃ. ഇതി ഉക്തഃ മഹാബലഃ ലക്ഷ്മണഃ ക്രുദ്ധഃ. ഇപ്രകാരം രാമനാൽ പറയപ്പെട്ട ലക്ഷ്മണൻ ക്രോധിച്ചവനായി, ബലവാനായിട്ടുള്ള ലക്ഷ്മണൻ ക്രോധിച്ച് ഖഡ്ഗം ഉദ്ധൃത്യ, വാളിനെ ഉയർത്തിക്കൊണ്ട്, തസ്യാഹ കർണനാസം ചിച്ഛേദ, അവളുടെ കർണവും നാസവും ചെവിയും മൂക്കും ചിച്ഛേദ ഛേദിച്ചു. എപ്പോൾ രാമസ്യ പശ്യതഃ, രാമൻ നോക്കി നിൽക്കെ. അപ്പൊ രാമന്റെ മുമ്പിൽ വെച്ച് തന്നെ ലക്ഷ്മണൻ ശൂർപ്പണഖയുടെ ചെവിയും മൂക്കും ഛേദിച്ചു. വേറൊന്നും ഛേദിച്ചിട്ടില്ല, വേറെ ഛേദിച്ചൊക്കെ മറ്റു പലരും കൂട്ടിയതാണ്. ഒറിജിനൽ വാൽമീകി രാമായണമാണ്. വാൽമീകി രാമായണത്തിൽ ആകെ 2 അവയവങ്ങളെ ഛേദിച്ചിട്ടുള്ളൂ, ചെവിയും മൂക്കും. മറ്റേ മലയാളത്തിലുള്ള തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ഇതിലേക്ക് മുലകളും ഛേദിച്ചു എന്നൊക്കെ വരും. അതൊക്കെ വന്നു ചേർന്നതാണ്. ഓരോ ഭാഷയിൽ, പ്രാദേശിക ഭാഷയിൽ ഓരോരുത്തരും കവികൾ അവരവരുടേതായിട്ടുള്ള ചില
ഏച്ചുകൂട്ടലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന് വാൽമീകി ഉത്തരവാദിയല്ല, രാമനും ലക്ഷ്മണനും സീതയും ഒന്നും ഉത്തരവാദിയല്ല. അപ്പൊ എന്തായാലും കർണനാസം ചിച്ഛേദാന വികൃത്ത കർണനാസാതു വിസ്വരം സാ വിനദ്യച യഥാഗതം പ്രതുദ്രാവ ഘോരാശൂർപ്പണഘാവനം. ആ ഘോര ഭയങ്കരിയായ സാ ശൂർപ്പണക വികൃത്ത കർണനാസ വിശേഷേണ കൃന്ദനം ചെയ്യപ്പെട്ട മൂക്കും കാതോടും കൂടിയവൾ എന്ന് പറഞ്ഞാൽ കാതും മൂക്കും ഇല്ലാത്തവൾ, മുറിച്ചു കളയപ്പെട്ടു. വിസ്വരം വിനദ്യ ഭയങ്കരമായ ശബ്ദത്തില് നാദം ചെയ്തിട്ട് അട്ടഹസിച്ച് ഗർജിച്ച് നിലവിളിച്ച് യഥാഗതം വനം പ്രതുദ്രാവ വന്ന വഴിക്ക് തന്നെ വനത്തിലൂടെ പ്രകർഷേണ ദുദ്രാവ ദ്രവിച്ചു പാഞ്ഞു ഓടി എന്നർത്ഥം. സാ വിരൂപ മഹാഘോര രാക്ഷസീ ശോണിതോക്ഷിത നനാദ വിവിധാന്നാദാൻ യഥാ പ്രാവൃഷിതോ യദഃ. ആ വിരൂപയായിട്ടുള്ളവൾ മഹാഘോര ഭയങ്കരിയായിട്ടുള്ളവൾ ശോണിതോക്ഷിത ശോണിതത്താൽ ഉക്ഷിതമായവൾ, ചോരയിൽ മുങ്ങിയവൾ, കുളിച്ചവൾ എന്നർത്ഥം. സാ രാക്ഷസി ആ രാക്ഷസി പ്രാവൃഷിതോ യദഃ യഥാ നല്ല മഴക്കാലത്ത് മേഘം എന്ന പോലെ വിവിധാൻ നാദാൻ നാദ പല പ്രകാരത്തിലുള്ള നാദങ്ങളെ ശബ്ദിച്ചു എന്ന് വെച്ചാൽ ഇടിവെട്ട് പോലെയുള്ള പല ശബ്ദങ്ങൾ അവൾ ഉണ്ടാക്കി. സാ വിക്ഷരന്തി രുധിരം ബഹുധാ ഘോരദർശന പ്രഗൃഹ്യ ബാഹു ഗർജന്തി പ്രവിവേശ മഹാവനം. അവള് രുധിരം വിക്ഷരന്തി രുധിരത്തെ ഒഴുക്കുന്നവളായിക്കൊണ്ട്, നല്ലപോലെ രക്തം ഒഴുകുന്നവളായിക്കൊണ്ട് ഘോരദർശനയായിട്ടുള്ളവൾ ബാഹു പ്രഗൃഹ്യ കൈ രണ്ടിനെയും പൊക്കിപ്പിടിച്ചുകൊണ്ട് ഗർജന്തി ഗർജിക്കുന്നവളായിക്കൊണ്ട് മഹാവനം പ്രവിവേശ ആ കാട്ടിലേക്ക് പ്രവേശിച്ചു. തദസ്തു സാ രാക്ഷസ സംഘ സംവൃതം ഘരം ജനസ്ഥാനഗതം വിരൂപിത ഉപേത്യതം ഭ്രാതരമുഗ്രദർശനം പപാത ഭൂമൗ ഗഗനാദ് യദാശനിഃ. ആ വിരൂപിതയായ അവൾ രാക്ഷസ സംഘ സംവൃതം ഉഗ്രദർശനം ജനസ്ഥാനഗതം ഭ്രാതരം തം ഘരം തു ഉപേത്യ. അപ്പോൾ ജ്യേഷ്ഠനായ ഘരന്റെ അടുത്തേക്ക് ചെന്നു, സഹോദരനായ ഘരദൂഷണ ത്രിശിരാക്കളിൽ ഘരന്റെ അടുത്തേക്ക് ചെന്നു. എങ്ങനെയുള്ള ഘരന്റെ അടുത്തേക്ക്? രാക്ഷസ സംഘത്താൽ സേവിക്കപ്പെട്ടവനായി ഉഗ്രരൂപനായി ജനസ്ഥാനം എന്ന് പറയുന്ന ആ സ്ഥാനത്തിരിക്കുന്നവനായ സഹോദരനായ ഘരന്റെ അടുത്തേക്ക് ചെന്ന് തതഃ ഗഗനാദ് അശനിഹീയതാ ഭൂമൗ പപാത ആകാശത്ത് നിന്ന് ഇടിത്തീ എന്നതുപോലെ ഭൂമിയിൽ അവൾ ചെന്ന് പതിച്ചു എന്ന ഭയങ്കര ശബ്ദത്തോടുകൂടി പതിച്ചു എന്നർത്ഥം. തദസഭാര്യം ഭയമോഹമൂർച്ഛിത സലക്ഷ്മണം രാഘവമാഗതം വനം വിരൂപണം ചാത്മനി ശോണിതോക്ഷിത ശശംസ സർവം ഭഗിനി ഘരസ്യ സാ. ആ ശോണിതോക്ഷിത സാ ഘരസ്യ ഭഗിനി രക്തമൊലിപ്പിക്കുന്നവളായ ഘരന്റെ സഹോദരി ഭയമോഹമൂർച്ഛിത ഭയവും വേദനയും വിഷമവുമെല്ലാം കൊണ്ട് മോഹാത്സ്യം പ്രാപിച്ചവളായിട്ട് തതഃ രാഘവം അനന്തരം രാമനെക്കുറിച്ചും വനം സഭാര്യം സലക്ഷ്മണമാഗതം ആ വനത്തിലേക്ക് ലക്ഷ്മണനോടും സീതയോടും കൂടി വന്നിരിക്കുന്ന കാര്യത്തെക്കുറിച്ചും ആത്മനി വിരൂപണം ച തന്റെ ശരീരത്തിലുണ്ടാക്കിയ ഈ വൈരൂപ്യത്തെ അതിനെക്കുറിച്ചും സർവം ശശംസ എല്ലാം വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. പിന്നെ മാതിരിയൊക്കെയാണ് ഉണ്ടായത് എന്ന് പറഞ്ഞ് ആ ഘരനോട് ശൂർപ്പണഖ തന്റെ സങ്കടമുണർത്തിച്ചു. ഇത് പറഞ്ഞുകൊണ്ട് ഈ സർഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകിയെ ആദികാവ്യേ ആരണ്യകാണ്ഡേ 18 സർഗഃ. 18 സർഗം പൂർണ്ണം. അത് 19 സർഗഃ. 19 സർഗം ശൂർപ്പണഖ ഘരനോട് വീണ്ടും വിസ്തരിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. ആദ്യം താം തഥാ പതിതാം ദൃഷ്ട്വാ വിരൂപാം ശോണിതോക്ഷിതാം ഭഗിനീം ക്രോധസന്തപ്തഃ ഘരഃ പപ്രച്ഛ രാക്ഷസഃ. ആ ഘരൻ എന്ന രാക്ഷസൻ തന്റെ ഭഗിനി വിരൂപയായി ചോരയൊലിപ്പിച്ച്
തന്റെ മുമ്പിൽ വന്ന് പതിച്ചിരിക്കുന്നത് ദൃഷ്ട്വാ കണ്ടിട്ട് ക്രോധസന്തപ്ത, ക്രോധം കൊണ്ട് തപിക്കുന്നവനായിട്ട് പപ്രച്ച, പ്രശ്നം ചെയ്തു, ചോദ്യം ചെയ്തു. ഉത്തിഷ്ഠ താവദാഖ്യാഹി പ്രമോഹം ജഹി സംഭ്രമം വ്യക്തമാഖ്യാഹി കേനത്വം ഏവം രൂപാ വിരൂപിത. താവത് പ്രമോഹം സംഭ്രമം ജഹി, നീ ഇപ്പോൾ നിന്റെ മോഹാത്സ്യത്തെ, നിന്റെ മോഹത്തെയും ഭയത്തെയും എല്ലാം ഉപേക്ഷിക്കൂ. ഉത്തിഷ്ഠ, എഴുന്നേൽക്കൂ. ആഖ്യാഹി, പറയൂ. ത്വം കേന ഏവം രൂപാ വിരൂപിത, നീ ആരാലാണ് ഇപ്രകാരം ആക്കപ്പെട്ടത്? വ്യക്തം ആഖ്യാഹി, നല്ലതുപോലെ വ്യക്തമായി പറയൂ. കൃഷ്ണസർപ്പമാസീനം ആശീവിഷം അനാഗസം തുദതി അഭിസമാപന്നം അങ്കുല്യഗ്രേണ ലീലയാ. ഉപമിക്കുകയാണ്. എങ്ങനെ? ആരാണ് ഒരു എന്താ പറയാ കരിമൂർക്കനെ, കൃഷ്ണസർപ്പം എന്ന് പറഞ്ഞാൽ വലിയ എന്താ പറയാ രാജവെമ്പാല അല്ലേ? അപ്പൊ രാജവെമ്പാലയുടെ അടുത്ത് ചെന്ന് രാജവെമ്പാലയെ നോവിച്ചിട്ട് ആർക്കെങ്കിലും സമാധാനമായിട്ടിരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. കഹ അനാഗസം ആസീനം, യാതൊരു ഉപദ്രവവും ചെയ്യാതിരിക്കുന്നവനും ആശീവിഷം, വലിയ വിഷപ്പല്ലുകളോട് കൂടിയതും ആയിട്ടുള്ള കൃഷ്ണസർപ്പം അഭിസമാപന്നം, കൃഷ്ണസർപ്പത്തെ ഇങ്ങനെ ആക്രമിക്കുന്ന രീതിയിൽ ലീലയ അങ്കുല്യഗ്രേണ തുദതി, നേരം പോക്കായിട്ട് വിരലിന്റെ അഗ്രം കൊണ്ട് വേദനിപ്പിക്കുന്നത്, നോണ്ടുന്നത് എന്നൊക്കെ അർത്ഥം. ആർക്കാണ് ധൈര്യം? കാലപാശമാസജ്യ കണ്ടേ മോഹാന്ന ബുദ്ധ്യതേ യസ്ത്വാമദ്യ സമാസാദ്യ പീതവാൻ വിഷമുത്തമം. യഹ അദ്യ ത്വാം മോഹാത് സമാസാദ്യ, ഏതൊരുവനാണ് ഇന്ന് നിന്നെ അറിവില്ലായ്മ കൊണ്ട്, മൂഢത്തരം കൊണ്ട് സമീപിച്ച് കാലപാശം കണ്ടേ ആസജ്യം, കാലപാശത്തെ, യമപാശത്തെ കഴുത്തിൽ കെട്ടി ഉത്തമം വിഷം പീതവാൻ ന ബുദ്ധ്യതേ. കഹ, അപ്പൊ ആരാണ് കഠോരമായ വിഷത്തെയാണ് അവൻ എന്താ പറയാ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ കുടിക്കുന്നത് എന്ന് അറിയാതിരിക്കുന്നത്, അങ്ങനെയുള്ളവൻ ആരാണ് എന്ന്. അപ്പോ വാസ്തവത്തിൽ ഇതുപോലെയുള്ള ഖരനെ പോലെയുള്ള ശക്തനായിട്ടുള്ള ഒരാളുടെ അടുത്ത് വന്ന് പാമ്പിന്റെ വായിൽ കൈയിടും പോലെയുള്ള പ്രവൃത്തികളാണ് ചെയ്തത് എന്നർത്ഥം. ഇപ്പൊ വിഷത്തെ വിഷമെന്നറിയാതെ, കാലപാശത്തെ കാലപാശമെന്നറിയാതെ പ്രവർത്തിക്കുന്നത് പോലെയാണ് ഇവൻ മൂഢൻ പ്രവർത്തിച്ചിരിക്കുന്നത്. അവൻ അതിന്റെ വിവരം അറിയാൻ പോകണമെന്ന് സൂചന. ബലവിക്രമസമ്പന്ന കാമഗാ കാമരൂപിണി ഇമാമവസ്ഥാം നീതാത്വം കേനാന്തകസമാമതാം. ബലവിക്രമസമ്പന്ന കാമരൂപിണി, നീ എല്ലാ ബലവും പരാക്രമവും ഉള്ളവളും ഇഷ്ടം പോലെ രൂപം മാറാൻ കഴിവുള്ളവളുമായിട്ടുള്ള കാമക, ഇഷ്ടം പോലെ സഞ്ചരിക്കാൻ സാമർഥ്യമുള്ളവളുമായിട്ടുള്ള ത്വം അന്തകസമാമത, വാസ്തവത്തിൽ നീ അന്തകന് തുല്യമായിട്ട് കണക്കാക്കപ്പെടുന്നവളാണ്. അങ്ങനെയുള്ള നിന്റെ നേർക്ക് കേന ഇമാം അവസ്ഥാം നീത, ഏതൊരുവനാലാണ് ഈ ഒരു അവസ്ഥയെ പ്രാപിക്കപ്പെട്ടത്? അപ്പോ യമനോടാണ് കളി എന്ന മട്ടിലാണ് ആ വിഡ്ഢി ചെയ്തിരിക്കുന്നത് എന്ന. ദേവഗന്ധർവഭൂതാനാം ഋഷീണാം ച മഹാത്മനാം കോയമേവം മഹാവീര്യ ത്വാം വിരൂപാം ചകാരഃ. ത്വാം മഹാത്മനാം ദേവഗന്ധർവഭൂതാനാം ഋഷീണാം മഹാവീര്യ ഏവം വിരൂപാം ചകാര. നിന്നെ ഈ കൂട്ടത്തിൽപ്പെട്ട, ഏതൊക്കെ കൂട്ടത്തില്? ദേവന്മാര്, ഗന്ധർവന്മാര്, മറ്റു മനുഷ്യർ, ഋഷികൾ, ഇവരുടെ കൂട്ടത്തിൽ മഹാവീര്യ, ഏതൊരു മഹാവീരനാണ് ഏവം വിരൂപാചകാര, ഇപ്രകാരം വിരൂപയാക്കി ചെയ്തത്, അംഗവൈകല്യമുണ്ടാക്കിയത്? അയം കഹ, ഇവൻ ആരാണ് ഇത്രയും ധീരൻ, ഇത്രയും വീര്യവാൻ? നഹി പശ്യാമ്യഹം ലോകേ യഹ് കുര്യാത് മമ വിപ്രിയം അമരേഷു സഹസ്രാക്ഷം മഹേന്ദ്രം പാകശാസനം. അമരേഷു യഹ പാകശാസനം സഹസ്രാക്ഷം മഹേന്ദ്രം കുര്യാത് മമ വിപ്രിയം ഹി ലോകേ അഹം ന പശ്യാമി. വേണമെങ്കിൽ ദേവന്മാരിൽ ശ്രേഷ്ഠനായ ദേവേന്ദ്രന്റെ നേർക്ക് ആർക്കും വേണമെങ്കിൽ എന്തും ചെയ്തു എന്ന് വരാം. പാകശാസനൻ, സഹസ്രാക്ഷൻ, മഹേന്ദ്രൻ എന്നൊക്കെ ഇന്ദ്രന്റെ പര്യായമാണ്. അങ്ങനെയുള്ള ദേവന്മാരുടെ നേർക്ക്, ഇന്ദ്രന്റെ നേർക്കൊക്കെ ചെയ്യാം.
പക്ഷേ മമ വിപ്രിയം ഹി ലോകേ അഹം ന പശ്യാമി, എന്റെ നേർക്ക് വിപ്രിയം ചെയ്യാനായിട്ട് ഒരാളെയും ഞാൻ ലോകത്തിൽ കാണുന്നില്ല. എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ദ്രനെ ഉപദ്രവിക്കാൻ വേണമെങ്കിൽ ധൈര്യമുള്ളവരുണ്ടായി എന്ന് വരും, പക്ഷെ എന്റെ നേരെ ഇങ്ങനെ പ്രയോഗിക്കാൻ ആർക്കും ധൈര്യമില്ല എന്ന്. അദ്യാഹം മാർഗണൈ പ്രാണാൻ ആദാസ്യേ ജീവിതാന്തകൈ സലിലേ ക്ഷീരമാസക്തം നിഷ്പിബന്നിവ സാരസഃ. അഹം അദ്യ ജീവിതാന്തകൈ മാർഗണൈ പ്രാണാൻ സലിലേ ആസക്തം ക്ഷീരം നിഷ്പിബൻ സാരസഃ ഇവ ആദാസ്യേ. ഞാൻ അവന്റെ പ്രാണനെ എടുക്കുന്നുണ്ട് എന്നാ പറയുന്നത്. എങ്ങനെ? ജീവിതത്തെ നശിപ്പിക്കുന്ന മാർഗണമെന്നാൽ അസ്ത്രങ്ങളെ കൊണ്ട് അവന്റെ പ്രാണങ്ങളെ സ്വീകരിക്കും. ആദാസ്യ ഏതുപോലെ? സലിലേ ആസക്തം ക്ഷീരം നിഷ്പിബൻ സാരസഃ ഇവ. വെള്ളത്തിൽ പാല് കലർന്നു കൊടുത്താൽ സാരസം എന്നാൽ ഇവിടെ അരയന്നം അതിനെ വേർതിരിച്ച് കുടിക്കും. പാല് മാത്രം കുടിച്ച് വെള്ളം അവിടെ ബാക്കി വെക്കും. അതാണ് അരയന്നങ്ങളുടെ പ്രത്യേകത. അങ്ങനെ എത്രയോ കാലങ്ങളായിട്ടുള്ള പ്രാചീനമായിട്ടുള്ള അറിവാണിത്. യഥാർത്ഥ അരയന്നങ്ങൾക്ക് പാലും വെള്ളവും കലർത്തി കൊടുത്താൽ വെള്ളം മാത്രം ഉപേക്ഷിച്ച് പാല് മാത്രം സ്വീകരിക്കും. അതുപോലെ ഞാൻ ഈ രാമന്റെ ശരീരത്തിൽ നിന്ന് ശരീരമാകുന്ന വെള്ളത്തെ ഉപേക്ഷിച്ച് പ്രാണനാകുന്ന പാലിനെ മാത്രം വേർതിരിച്ചെടുക്കും എന്ന് ഉപമയോടുകൂടി പറഞ്ഞതാണ്. നിഹതസ്യ മയാ സംഖ്യേ ശരസംകൃത്തമർമ്മണഃ സഭേനം രുതിരം രക്തം മേദിനീകസ്യ പാസ്യതി. സംഖ്യേ മയാ ശരസംകൃത്തമർമ്മണഃ നിഹതസ്യ കസ്യ സഭേനം രക്തം രുതിരം മേദിനി പാസ്യതി. അപ്പൊ ആരാണെന്ന് ഇനിയും കൃത്യമായിട്ട് അറിഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ച് തന്നെയാ ചോദിക്കുന്നത്. സംഖ്യേ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ മയാ ശരസംകൃത്തമർമ്മണഃ, എന്നാൽ ശരങ്ങളെ കൊണ്ട് നല്ലതുപോലെ മുറിവേൽപ്പിക്കപ്പെട്ട മർമ്മങ്ങളോടുകൂടി നിഹതസ്യ നിഹനിക്കപ്പെട്ട കൊല്ലപ്പെട്ട കസ്യ ആരുടേതാണ്? സബേനം രക്തം രുതിരം മേദിനി പാസ്യതി, അവന്റെ നുരയോടുകൂടിയ നല്ല ചുടുചുടുന്നുള്ള ചോര ഭൂമി കുടിക്കാൻ പോകുന്നത്. അപ്പൊ ആരുടെ ചോരയാണ് ഭൂമി കുടിക്കാൻ പോകുന്നത്? എന്റെ അസ്ത്രങ്ങളേറ്റ് വീഴുന്ന ചോര, മരിച്ചു വീഴുന്നവന്റെ ചോര. അവൻ ആരാണ് എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഏറ്റവും പ്രസക്തം. കസ്യ പത്രരഥാ കായാത് മാംസമുൽകൃത്യ സംഗതാഃ പ്രഹൃഷ്ടാ ഭക്ഷയിഷ്യന്തി നിഹതസ്യ മയാരണേ. മയാരണേ നിഹതസ്യ കസ്യ കായാത് മാംസം പത്രരഥാഃ സംഗതാഃ പ്രഹൃഷ്ടാഃ ഉത്കൃത്യ ഭക്ഷയിഷ്യന്തി. അപ്പൊ എന്നാൽ രണത്തിൽ യുദ്ധത്തിൽ നിഹനിക്കപ്പെട്ട ഏതൊരുവന്റെ ദേഹത്തിൽ നിന്ന് കായത്തിൽ നിന്നാണ് മാംസത്തെ പത്രരഥങ്ങൾ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള പക്ഷികൾ, കഴുകനും പരുന്തും മുതലായിട്ടുള്ള കാക്ക മുതലായിട്ടുള്ള പക്ഷികള് സംഗതാഹ കൂട്ടം കൂട്ടമായിട്ട് വന്നിട്ട് സന്തോഷത്തോടെ പ്രഹൃഷ്ടരായിട്ട് ഉത്കൃത്യ ഭക്ഷയിഷ്യന്തി ഉത്കൃന്ദനം കൊത്തി കൊത്തി പറിച്ചെടുത്ത് ഭക്ഷിച്ച് സന്തോഷിക്കുക. അപ്പൊ ഞാൻ അവനെ എന്റെ അസ്ത്രങ്ങളെ കൊണ്ട് യുദ്ധത്തിൽ കൊന്നു വീഴ്ത്തും. അപ്പോൾ അവന്റെ മാംസത്തെ കഴുകന്മാരും മറ്റൊക്കെ വന്ന് സന്തോഷമായിട്ട് ഭക്ഷിക്കും. അതാരാണ് എന്നാണ്, ആരെയാണ് ഞാൻ കൊല്ലേണ്ടത് എന്ന് താല്പര്യം. തന്ന ദേവാന ഗന്ധർവാന പിശാചാന രാക്ഷസാഃ മയാപകൃഷ്ടം കൃപണം ശക്താഃ ത്രാതും മഹാഹവേ. മഹാഹവേ മയാ അപകൃഷ്ടം കൃപണം തം ത്രാതും. മഹാഹവം എന്ന് പറഞ്ഞ വലിയ യുദ്ധത്തിൽ, ആഹവത്തിൽ എന്നാൽ വലിച്ചഴക്കപ്പെടുന്നതായിട്ടുള്ള ദീനനായ അവനെ രക്ഷിക്കുവാൻ ദേവാഹാന ശക്താഃ ഗന്ധർവാഹാന ശക്താഃ പിശാചാഹാന ശക്തഃ രാക്ഷസാഹാന. ഈ പറഞ്ഞവരൊന്നും രക്ഷിക്കാൻ ശക്തരല്ല. അപ്പൊ ദേവന്മാരോ ഗന്ധർവന്മാരോ പിശാചുക്കളോ രാക്ഷസന്മാരോ ആരും വരില്ല അവനെ രക്ഷിക്കാൻ എന്റെ കയ്യിൽ നിന്ന്. നീ അവൻ ആരാന്ന് പറയ്. ഉപലഭ്യ ശനൈ സംജ്ഞാം തമ്മേ ശംസിതുമർഹസി യേന ത്വം ദുർവിനീതേന വനേ വിക്രമ്യ നിർജിതാം.
ത്വം ദുർവിനീതേന ഏന വന്യേ വിക്രമ്യ നിർജിത. നീ വനത്തിൽ വെച്ച് ഏതൊരു അടക്കമില്ലാത്തവനാലാണ് നന്നായി അവമാനപ്പെടുത്തപ്പെട്ടത്. തം മേ ശനൈഹി സംജ്ഞാമുപലഭ്യ ശംസിതുമർഹസി. അവനെക്കുറിച്ച് നിനക്ക് ബോധം വന്നാൽ, സംജ്ഞാമുപലഭ്യ, സംജ്ഞ എന്ന് പറഞ്ഞാല് ബോധം, ജ്ഞാനം. ആ ബോധം വന്നു കഴിഞ്ഞാൽ നീ പതുക്കെ ഒന്ന് പറയോ, ആരെയാണ് ഞാൻ, നിന്നെ ഉപദ്രവിച്ചവൻ ആരാണ്, അവനെ ഞാൻ കൊല്ലാൻ വേണ്ടിയിട്ടാണ്, നീ ഒന്ന് പറയൂ. ഇതി ഭ്രാതുർവചശ്രുത്വാ ക്രുദ്ധസ്യ ച വിശേഷതഃ തദശൂർപ്പണകാ വാക്യം സബാഷ്പം ഇദമബ്രവീത്. ഇതി വിശേഷതഃ ക്രുദ്ധസ്യ ഭ്രാതുഃ വചഃ ശ്രുത്വാ. ഇപ്രകാരം നല്ലപോലെ കോപിച്ചവനായ സഹോദരന്റെ വാക്കുകൾ കേട്ടിട്ട് തതഃ അനന്തരം ശൂർപ്പണക സബാഷ്പം ഇദം വാക്യം അബ്രവീത്. ശൂർപ്പണക കണ്ണുനീരോടുകൂടെ ഗദ്ഗത കണ്ടയായിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു. തരുണൗ രൂപസമ്പന്നൗ സുകുമാരൗ മഹാബലൗ പുണ്ടരീക വിശാലാക്ഷൗ ക്ഷീരകൃഷ്ണാജിനാംബരൗ. അപ്പൊ അവര് രണ്ടുപേരെയും എടുത്തു പറയണ. തരുണൗ, രണ്ട് തരുണന്മാർ, രൂപസമ്പന്നന്മാർ രണ്ടുപേർ, സുകുമാരൗ, നല്ല സുന്ദര ശരീരങ്ങളാണ് അവരുടെ, മൃദുവായ ശരീരമാണ്, മഹാബലൗ എന്നാൽ അതിബലവാന്മാരാണ്, പുണ്ടരീക വിശാലാക്ഷൗ രണ്ട് താമര പോലെ വികസിച്ച കണ്ണുകളോടുകൂടിയവരാണ്, ക്ഷീരകൃഷ്ണാജിനാംബരൗ മരവുരിയും മാന്തോലുമൊക്കെയാണ് അവര് വസ്ത്രമായിട്ട് ധരിച്ചിരിക്കുന്നത്. ഫലമൂലാശനൗ ദാന്തൗ തപസൗ ധർമ്മചാരിണൗ പുത്രൗ ദശരഥസ്യാസ്താം ഭ്രാതരൗ രാമലക്ഷ്മണൗ. അവര് കാട്ടിലെ ഫലമൂലങ്ങൾ ഭക്ഷിച്ചുകൊണ്ട് ദാന്തൗ വളരെ ശാസ്ത്രങ്ങൾ അനുസരിച്ച് ഡിസിപ്ലിൻഡ് ആയിട്ട് ദമമുള്ളവരായി ജീവിക്കുന്നവരാണ്. താപസൗ നല്ല താപസന്മാരാണ്, ധർമ്മചാരികളാണ്. ദശരഥസ്യ പുത്രൗ ദശരഥന്റെ രണ്ട് പുത്രന്മാരാണ്. രാമലക്ഷ്മണവും രാമനും ലക്ഷ്മണനുമാണ്. ഭ്രാതരൗ ആസ്താം ആ രണ്ട് സഹോദരന്മാർ ഇവിടെ വന്നിട്ടുണ്ട്. ശരണ്യൗ സർവസത്വാനാം ശ്രേഷ്ഠൗ സർവധനുഷ്മതാം. സർവസത്വാനാം ശരണ്യൗ ഏത് ജീവരാശികൾക്കും എന്തിനും അവരെ ആശ്രയിക്കാം, ശരണം പ്രാപിക്കാം, അഭയം കൊടുക്കാൻ ശക്തരാണവർ. സർവധനുഷ്മതാം ശ്രേഷ്ഠൗ വില്ലാളി വീരന്മാരിൽ വെച്ച് എല്ലാവരിലും വെച്ച് ശ്രേഷ്ഠന്മാരാണ്. ഗന്ധർവരാജപ്രതിമൗ പാർത്ഥിവ വ്യഞ്ജനാന്വിതൗ ദേവൗ വാ മാനുഷൗ വാ തൗ ന തർക്കയിതുമുത്സഹേ. അവരെ കാണുമ്പോൾ ഗന്ധർവരാജപ്രതിമൗ ഗന്ധർവരാജന്മാർക്ക് തുല്യന്മാരാണ്. പ്രതിമ എന്ന് പറഞ്ഞാൽ ഉപമ എന്നാണ് അർത്ഥം. ഉപമിക്കലാണ് പ്രതിമ. പ്രതിമാനം ക്രിയതേ, ഉപമാനം ക്രിയതേ എന്ന് കമ്പയർ ചെയ്യുന്നു എന്നാണ്. അപ്പൊ പ്രതിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ വിഗ്രഹങ്ങളൊക്കെ പ്രതിമകളാണ്. എന്താ പ്രതിമ? ഈശ്വരനെ ഉപമിച്ചുകൊണ്ട് ഈശ്വരന് സമാനമായി നമുക്ക് കാണിച്ചു തരികയാണ്. ഇതുപോലെ ഇരിക്കും ഈശ്വരൻ, ഇവിടെ പൂജിച്ചാൽ മതി എന്ന്. ഇനി മറ്റൊരർത്ഥത്തിൽ ഈശ്വരന് പ്രതിമ ഇല്ല. അതർത്ഥം ഈശ്വരന് ഉപമ ഇല്ല, സമാനതകളില്ല എന്നാണ് അർത്ഥം. വേദത്തിലുള്ളൊരു വാക്കാണ്. ന തസ്യ പ്രതിമാ നാസ്തി, അവന് പ്രതിമയില്ല. വേദവാക്യാണ്. അപ്പൊ ഇതിനെ ഓരോരുത്തരെടുത്ത് വ്യാഖ്യാനിക്കുകയാണ്. ഈശ്വരന് വിഗ്രഹമില്ല, വിഗ്രഹാരാധന പാടില്ല എന്ന് വേദം പറഞ്ഞിട്ടുണ്ട്. ആരാ പറയണത്? മറ്റ് മതസ്ഥര് നമ്മുടെ മതത്തിലുള്ളതിനെ വ്യാഖ്യാനിക്കുകയാണ്. അവിടെ പ്രതിമ എന്ന വാക്കിന് ഉപമ എന്നാണ് അർത്ഥം. പ്രതിമീയത്തെ തുല്യമായി അളക്കപ്പെടുന്നു, സമാനമായി അളക്കപ്പെടുന്നു എന്നാണ്. അപ്പൊ ഈശ്വരന് സമാനതകളില്ല, താരതമ്യമില്ല. മറ്റത് പ്രതിമ എന്ന് പറഞ്ഞത് അതിന് തുല്യമായിട്ട് നമ്മൾ കണക്കാക്കിക്കൊണ്ട് ഇവിടേക്ക് ആവഹിക്കാൻ വേണ്ടി, നമുക്ക് പൂജിക്കാൻ വേണ്ടി ഈശ്വര തുല്യമായി കാണുന്നു. അതാണ് പ്രതിമ. അപ്പൊ ആ പ്രതിമ എന്നുള്ളതിന്റെ രണ്ടർത്ഥങ്ങളും മനസ്സിലാക്കിയിരിക്കണം, അല്ലെങ്കിൽ ആളുകൾ നമ്മളെ പറ്റിച്ചു കളയും. അപ്പൊ ഗന്ധർവരാജ പ്രതിമൗ പാർത്ഥിവ വ്യഞ്ജനാന്വിതൗ. പാർത്ഥിവമാരെന്ന് പറഞ്ഞാൽ
രാജാക്കന്മാര്, അവരുടെ വ്യഞ്ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ലക്ഷണങ്ങൾ വ്യക്തമാക്കുന്നത് വ്യഞ്ജനം. അപ്പൊ രാജകുമാരന്മാരാണെന്ന് വ്യക്തമാക്കുന്ന ലക്ഷണങ്ങൾ ഉള്ളവരാണവർ. തൗ ദേവൗവാ മാനുഷൗവാ, അവർ ദേവന്മാരാണാവോ മനുഷ്യന്മാരാണാവോ തർക്കയിതും ഉത്സഹേ, എനിക്ക് നിശ്ചയിക്കാൻ ചിന്തിക്കാൻ കഴിയുന്നില്ല. തരുണീ രൂപസമ്പന്ന സർവാഭരണഭൂഷിത ദൃഷ്ടാ തത്ര മയാ നാരി തയോർമധ്യേ സുമധ്യമാ. തത്ര തയോഹോ മധ്യേ, അവരുടെ രണ്ടുപേരുടെയും നടുവിൽ തരുണി, വളരെ യുവതിയായിട്ടുള്ള രൂപസമ്പന്നാതിസുന്ദരിയായ സർവാഭരണഭൂഷിത, എല്ലാ ആഭരണങ്ങളോടും കൂടി സുമധ്യമാ, നല്ല സുന്ദരിയായിട്ട് നാരി മയാ ദൃഷ്ട, ഒരു സുന്ദരിയായ സ്ത്രീയെ എന്നാൽ കാണപ്പെട്ടു, ഞാൻ കണ്ടു. താഭ്യാം ഉപാഭ്യാം സംഭൂയ പ്രമദാം അധികൃത്യതാം ഇമാമവസ്ഥാം നീതാഹം യഥാനാദാസദീ തദാ. ആ രണ്ടുപേരും സംഭൂയ, താഭ്യാം ഉപാഭ്യാം സംഭൂയ, അവർ രണ്ടുപേരാലും സംഭൂയ എന്നുള്ള ഒന്നിച്ചു ചേർന്ന് താം പ്രമദാം അധികൃത്യ, ആ സ്ത്രീയെ രക്ഷിക്കാൻ വേണ്ടി, അവൾക്ക് വേണ്ടി, അവൾ കാരണമായിട്ട് അഹം അനാഥ അസതീയത തഥാ ഇമാമവസ്ഥാം നീതാ, ഞാനൊരു അനാഥയും ഒന്നിനും കൊള്ളാത്ത ദുഷ്ടയുമാണെന്ന പോലെ എന്നെ ഈ അവസ്ഥയെ പ്രാപിച്ചു എന്ന് പറയുമ്പോ എന്താ, സഹോദരന്മാർക്ക് ഇത്തിരി കുത്തണം അല്ലേ? എന്നെ അനാഥയെ പോലെ ഒരു ദുഷ്ടയെ പോലെ ആ വഴിപോക്കന്മാരായിട്ടുള്ളവര് ഉപദ്രവിച്ചു, നിങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്ത് കാര്യം എന്ന് പറയാതെ പറയണം. ഇമാം അവസ്ഥാം നീതാഹം, അനാഥയെ പോലെ എന്നെ ഈ അവസ്ഥയെ പ്രാപിപ്പിച്ചു. തസ്യാശ്ച അനൃജുവൃത്തായാഹ തയോശ്ച ഹതയോരഹം സഭേനം പാതുമിച്ഛാമി രുധിരം രണമൂർധനി. രണമൂർധനി ഹതയോഹോ തയോഹോ, യുദ്ധത്തിൽ വെച്ച് കൊല്ലപ്പെടുന്നവരായിട്ടുള്ള അവർ രണ്ടുപേരുടെയും അനൃജുവൃത്തായാഹ തസ്യാഹ, ഋജുവൃത്തയല്ല അവൾ. ആരെ? സീതയെ കുറിച്ച് പറയാ. ഋജുവൃത്ത എന്ന് പറഞ്ഞാൽ സദാചാരമുള്ളവൾ, നേരെ നടക്കുന്നവൾ നർത്തണം. അനൃജു എന്ന് പറഞ്ഞാലോ ദുർവൃത്ത, സീതയെ കുറ്റം പറയണം. അപ്പൊ ദുർവൃത്തയായിട്ടുള്ള അവളുടെയും സബേനം രുതിരം അഹം പാതുമിച്ഛാമി, നല്ല എന്താ പറയാ നുരയോടുകൂടിയ ചുടു ചുടുന്നുള്ള ചോര കുടിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പാലൊക്കെ കറക്കുമ്പോ ചുടി ചുടുന്ന് കറക്കുമ്പോ എന്താവും, നല്ല നുര വരും. അതുപോലെയാണ് ചോര പെട്ടെന്ന് ചീറ്റി ഇതാകുമ്പോ നല്ല അതിൽ നിന്ന് ഭേനം എന്ന് പറഞ്ഞാൽ നുരയും പതയും ഒക്കെ ഉണ്ടാവും. അതുപോലെയുള്ള ചോരയെ എനിക്ക് ചുടി ചുടുന്ന് കുടിക്കണം എന്നാണ് അവള് പറയണത്. യേശമേ പ്രഥമകാമഃ കൃതസ്താദ ത്വയാ ഭവേത് തസ്യാസ്തയോശ്ച രുധിരം പിബേയം അഹമാഹവേ. ഈ ഗരൻ ശൂർപ്പണഖയുടെ അനുജനാണ്. അപ്പൊ താതാ വത്സ എന്നുള്ള അർത്ഥത്തിൽ വിളിക്കണം. താതാ മേ ഏഷഃ പ്രഥമഃ കാമഃ, ഇതാണ് എന്റെ ആദ്യത്തെ ആഗ്രഹം, എന്റെ പ്രഥമകാമം. ത്വയാ കൃതഃ ഭവേത്, നിന്നാൽ ചെയ്യപ്പെട്ടതായിട്ട് ഭവിക്കണം, നീ സാധിച്ചു തരണം. അഹം ആഹവേ തയോഹോ തസ്യാഹ രുധിരം പിബേയം, ഞാൻ ആ പോരിന്റെ രംഗത്തിൽ വന്ന്, യുദ്ധരംഗത്ത് വന്ന് അവരുടെ മൂന്ന് പേരുടെയും രക്തം കുടിക്കണം. ഇതി തസ്യാം ബ്രുവാണായാം ചതുർദശ മഹാബലാൻ വ്യാധിദേശകര ക്രുദ്ധോ രാക്ഷസാൻ അന്ധകോപമാൻ. ഇതി തസ്യാം ബ്രുവാണായാം, ഇപ്രകാരം അവൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗരഹ ക്രുദ്ധഃ, ഗരൻ കോപിച്ചുകൊണ്ട്, അന്ധകോപമാൻ മഹാബലാൻ ചതുർദശ രാക്ഷസാൻ വ്യാധിദേശ, കാലന്മാരെ പോലെയുള്ള യമന് തുല്യന്മാരായിട്ടുള്ള ഭയങ്കര ശക്തിയുള്ളവരായ 14 രാക്ഷസന്മാരെ ലക്ഷ്മണന്മാരെ വധിക്കാനായിട്ട് അയച്ചു എന്ന വ്യാധിദേശ ആദേശം ചെയ്തു, ആജ്ഞാപിച്ചു. മാനുഷൗ ശസ്ത്രസമ്പന്നൗ ചീരകൃഷ്ണാജിനാംബരൗ പ്രവിഷ്ടൗ ദണ്ഡകാരണ്യം ഘോരം പ്രമദയാ സഹ. ഇവരോട് ആജ്ഞാപിക്കുന്ന വാക്കുകളാണ്. ശസ്ത്രസമ്പന്നൗ ചീരകൃഷ്ണാജിനാംബരൗ മാനുഷൗ, ആയുധധാരികളായിക്കൊണ്ട് മരവുരിയും മാൻതോലും ഉടുത്തവരായ 2 മനുഷ്യന്മാർ, പ്രമദയാസഹ
ഒരു സ്ത്രീയോടുകൂടി ഘോരം ദണ്ഡകാരണ്യം പ്രവിഷ്ടൗ, ഭയങ്കരമായ ഈ ദണ്ഡകാരണ്യത്തിലേക്ക് വന്നിരിക്കുന്നു. തൗ ഹത്വാ താം ചതുർവൃത്താം അപാവർത്തിതുമർഹത യം ച രുധിരം തേഷാം ഭഗിനീ മമ പാസ്യതി. തൗ ദുർവൃത്താം താം ച ഹത്വാ, അവർ രണ്ടുപേരെയും, ആ ദുർവൃത്തയായ സീതയെയും കൊന്നിട്ട് അപാവർത്തിതുമർഹത, നിങ്ങൾ മടങ്ങി വരുവിൻ. മമ ഭഗിനീയം ച തേഷാം രുധിരം പാസ്യതി, എന്റെ സഹോദരിയായിട്ടുള്ള ഇവൾ അവരുടെ രുധിരത്തെ പാനം ചെയ്യും, അതിനായി ആഗ്രഹിക്കുന്നു. മനോരഥോയം ഇഷ്ടോസ്യ ഭഗിന്യാ മമ രാക്ഷസാഃ ശീഘ്രം സമ്പാദ്യതാം ഗത്വാ തൗ പ്രമഥ്യ സ്വതേജസാ. രാക്ഷസാഃ ഗത്വാ തൗ സ്വതേജസാ പ്രമഥ്യ മമ ഭഗിന്യാഃ സ്യായം ഇഷ്ടഃ മനോരഥഃ ശീഘ്രം സമ്പാദ്യതാം. രാക്ഷസന്മാരോട് വീണ്ടും പറയണ, രാക്ഷസന്മാരെ, ഗത്വാ വേഗം ചെല്ലൂ, തൗ സ്വതേജസാ പ്രമഥ്യ, ആ രണ്ടുപേരെയും നിങ്ങളുടെ ബലം കൊണ്ട് വധിച്ചിട്ട് മമ ഭഗിന്യാഃ അസ്യായം ഇഷ്ടഃ മനോരഥഃ, എന്റെ സഹോദരിയുടെ ഇഷ്ടമായ മനോരഥത്തെ ശീഘ്രം സമ്പാദ്യതാം, വേഗം സാധിച്ചു കൊടുക്കൂ. യുഷ്മാഭിർ നിഹതൗ ദൃഷ്ട്വാ താവുബൗ ഭ്രാതരൗ രണേ യം പ്രഹൃഷ്ടാ മുദിതാ രുധിരം യുധി പാസ്യതി. രണേ ഭ്രാതരൗ തൗ ഉഭൗ യുഷ്മാഭിഹി നിഹതൗ ദൃഷ്ട്വാ, ആ രണത്തിൽ വെച്ച്, യുദ്ധത്തിൽ വെച്ച് ആ രണ്ട് സഹോദരന്മാർ നിങ്ങളാൽ കൊല്ലപ്പെട്ടത് കണ്ടിട്ട് ഇയം മുദിതാ പ്രഹൃഷ്ടാ രുധിരം പാസ്യതി, ഇവൾ ഈ ശൂർപ്പണഖ മുദിതയായി സന്തുഷ്ടയായി ആനന്ദത്തോടുകൂടെ ആ യുദ്ധരംഗത്ത് പോർക്കളത്തിൽ വന്ന് ചോരയെ കുടിക്കും. അപ്പൊ നിങ്ങള് കൊന്നുകൊടുക്കൂ, ഇവള് ചോരയെ കുടിച്ചോളൂ സന്തോഷത്തോടെ. ഇതി പ്രതിസമാദിഷ്ട രാക്ഷസാസ്തേ ചതുർദശ തത്ര ജഗ്മുസ്തയാ സാർദ്ധം ഘനാവാതേരിതായഥ. ഇതി പ്രതിസമാദിഷ്ടാഹ, ഇങ്ങനെ ആജ്ഞാപിക്കപ്പെട്ടവരായ രാക്ഷസന്മാർ, തേ ചതുർദശ രാക്ഷസാഹ, ആ 14 രാക്ഷസന്മാർ, വാതേരിതാഹ ഘനാഹ യഥാ, കാറ്റിനാൽ നയിക്കപ്പെടുന്ന മേഘങ്ങളെ പോലെ, വളരെ വേഗത്തിൽ കൊടുങ്കാറ്റ് കൊണ്ട് നീങ്ങുന്ന മേഘങ്ങളെ പോലെ ഗംഭീരന്മാരായിട്ട് തയാ സാർദ്ധം തത്ര ജഗ്മുഹു, തയാ സാർദ്ധം, വഴി കാണിക്കാൻ ശൂർപ്പണഖ ആരാണെന്ന് കാണിച്ചു കൊടുക്കണ്ടേ, അവളോടുകൂടെ അവിടേക്ക് ഗമിച്ചു. തദസ്തു തേ തം സമുദഗ്രതേജസം തദാ സുതീക്ഷ്ണ പ്രതരാശ്ച രാക്ഷസാഃ ദുരാസദം ദർശയിതും ന ചാശകൻ വനദ്വിപാദീപ്തമിവാഗ്നിമുഗ്ധതം.
തതസ്തു തേ തം സം ഉദഗ്രതേജസം തഥാ സുതീക്ഷ്ണപ്രതരാശ്ച രാക്ഷസാഃ ദുരാസദം ദർശയിതും ന ചാശകൻ വനദ്വിപാദീപ്തമിവാഗ്നിമുദ്ധതം. ആ 14 വമ്പന്മാരായ രാക്ഷസന്മാര് തേ സുതീക്ഷ്ണപ്രതരാഹ രാക്ഷസാഹ, വളരെ തീക്ഷ്ണമായിട്ടുള്ള പ്രതരങ്ങൾ എന്ന് പറഞ്ഞാൽ ആയുധങ്ങൾ, മൂർച്ചയേറിയ തുളയ്ക്കാൻ കഴിയുന്ന ആയുധങ്ങളുമായിട്ട് ദുരാസദം സമുദഗ്രതേജസം തം തം എന്ന് പറഞ്ഞാൽ രാമനോട് എന്നാണ്. രാമന്റെ അടുത്തേക്ക് ദുരാസദ സമീപിക്കാൻ കഴിയാത്ത സമുദഗ്ര തേജസം, മഹാതേജസ്സോടുകൂടി അതിഉഗ്രമായ തേജസ്സോടുകൂടി ഇരിക്കുന്ന രാമന്റെ അടുത്തേക്ക് വനദ്വിപാഹ ഉദ്ദതം ദീപ്തം അഗ്നിം ഇവ തഥാ തതഃ ദർശയിതും ച നാശകൻ. വനദ്വിപാഹ എന്ന് പറഞ്ഞാൽ കാട്ടാനകൾ. കാട്ടാനകള് നന്നായി ജ്വലിക്കുന്ന കാട്ടുതീയുടെ നേരെ ദീപ്തം ഉദ്ദതം അഗ്നിം യഥാ, ജ്വലിച്ചിരിക്കുന്ന കാട്ടുതീന്റെ അടുത്തേക്ക് ആനകൾ പോകുമോ? കാട്ടാനകള് ഭയപ്പെട്ട് പിന്നിലേക്ക് പോകും. ആനകൾക്ക് ചെറിയ അഗ്നി കണ്ടാൽ തന്നെ ഭയമാണ്. അതിനാണ് ഈ എഴുന്നള്ളത്തുകൾക്ക് വേദിക എന്ന് പറഞ്ഞിട്ടുള്ള ആ തൃശൂലം പോലൊരു സാധനത്തില് വട പോലെയുള്ള തിരികൾ ചുറ്റിയിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് കത്തിച്ച് പിടിക്കുന്നത് ആനകൾക്കൊരു അടക്കം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്, ഒരു ഭയം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ തീ കണ്ടാൽ പേടിക്കുന്നതാണ് ആന. അപ്പൊ കാട്ടുതീയോ? കാട്ടുതീ കണ്ട ആനകള് എന്താണ് വീരിയിട്ടുകൊണ്ട് പായുന്നർത്ഥം. അപ്പൊ വനദ്വിപാഹ ഉദ്ദതം ദീപ്തം അഗ്നിം യഥാ തഥാ തതഃ ദർശയിതും നാശകൻ. ആ രാമന്റെ അടുത്തേക്ക് രാമനെ കീഴ്പ്പെടുത്താനായിട്ട് അടുക്കാൻ പോലും കഴിയാതിരുന്നു എന്നാണ്. ആ രീതിയില് ശൂർപ്പണഖയോടുകൂടി ആ രാക്ഷസന്മാര് രാമന്റെ അടുത്തേക്ക് പോകുന്നതാണ് ഇവിടെ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. ഇനി ആ 14 പേരെ രാമൻ നിസാരമായിട്ട് വധിച്ചു കളയുന്ന കഥ അടുത്ത സർഗത്തിലാണ്. 27 ശ്ലോകമുണ്ട് എന്ന് വേണ്ട അല്ലേ മാഷേ? മഴയുടെ ദിവസമല്ലേ, ഒന്ന് നേരത്തെ നിർത്താം. ഞാനും രാവിലെ നേരത്തെ തൃശ്ശൂര് പോയതാ, അവിടുന്ന് വരുന്ന വഴിയാ, അതാ വൈകിയതിരി. ഓം. അപ്പോ ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകിയെ ആദികാവ്യേ ആരണ്യകാണ്ഡേ ഏകോനവിംശ സർഗഃ. അങ്ങനെ 19ാം സർഗം പൂർണ്ണം. ഓം പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണ കുംഭകർണ നിധനം ഏതദ്ധി രാമായണം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാഃ പതയേ നമഃ. ശ്രീരാഘവം ദശരഥാത്മജമപ്രമേയം സീതാപതിം രഘുകുലാന്വയരത്നദീപം ആജാനുബാഹുമരവിന്ദദളായദാക്ഷം രാമം നിശാചരവിനാശകരം നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വമരോഗത അജാഡ്യം വാക്പടുത്വം ച ഹനുമത്സ്മരണാത് ഭവേത്. ഓം ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഓം ശ്രീ ആഞ്ജനേയസ്വാമിനേ നമഃ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. നാരായണ. ഹരി ഓം. എല്ലാവരും പ്രസാദം മേടിച്ചു.